PR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇപ്പോ എല്ലായിടത്തും സിറ്റിയും നഗരങ്ങളെല്ലാം ആണ്. അപ്പൊ ഇതിന് മുൻപ് നമ്മളെല്ലാ മനുഷ്യരും താമസിച്ചുകൊണ്ടിരുന്ന കാട്ടിലായിരുന്നു വെച്ചാ. ആ സമയത്തൊക്കെ നമ്മള് കാറോ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ആ സമയത്താണെങ്കിലും ഭക്ഷണം, വീട്, ചെറിയ ചെറിയ കുടിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ അവർക്ക് താമസിക്കാനും ബാക്കിയുള്ള ആൾക്കാരെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ആയുധങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിലൊരു ആയുധമാണ് അമ്പും വില്ലും എന്ന് പറയണ വെച്ചാ. അപ്പൊ ആ വില്ല് കൊണ്ട് ഒരു സംഗീത ലഹരി, പാട്ട് തന്നെ കലാരൂപം അന്ന് ഉണ്ടാക്കിയായിരുന്നു. അപ്പോ അതിനോടനുബന്ധിച്ച് നമ്മുടെ മമ്മിയൊരു മഹാരുദ്ര യജ്ഞത്തോടനുബന്ധിച്ച് ഇവിടെ വിൽപ്പാട്ട് ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളെല്ലാരും എക്സൈറ്റ്മെന്റ് ആണ്, ആദ്യമായിട്ട് കാണുന്നത്. എന്താ സംഭവം, എങ്ങനെ വില്ലടിച്ച് പാടുകയാണോ അറിയില്ല. അപ്പൊ അത് നമുക്കൊന്ന് കാണാൻ വേണ്ടിട്ടാണ്. അപ്പൊ നമുക്കൊന്ന് പോയിട്ട് കാണാം. ഓക്കെ, വിൽപ്പാട്ട് ആരംഭിക്കുകയാണ്. ഇത് കേൾക്കാനെത്തിയ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പരിപാവനമായ മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാരുദ്ര യജ്ഞത്തിൻ്റെ ഭാഗമായി ഒരു വിൽപ്പാട്ട് അവതരിപ്പിക്കുവാൻ അവസരം നൽകിയതിന് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളോട് ഞങ്ങൾക്കുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. തെക്കൻ കേരളത്തിൻ്റെ ഒരു തനത് കലാരൂപമാണ് വിൽപ്പാട്ട് എന്ന് പറയുന്നത്. ഒരുപക്ഷെ മനുഷ്യ രാശി, കാട്ടിൽ അമ്പും വില്ലുമൊക്കെ ഉപയോഗിച്ച് നായാടി ജീവിച്ച മനുഷ്യൻ അവൻ്റെ അധ്വാനത്തിൻ്റെ സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി ആയുധം തന്നെ ഒരു സംഗീതോപകരണമാക്കി, അല്ലെങ്കിൽ ഒരു കലാപ്രകടനത്തിനുള്ള മാധ്യമമാക്കി, അതിൽ അമ്പുകൾ കൊണ്ട് കൊട്ടി അവൻ വേട്ടയ്ക്ക് പോയപ്പോൾ നേരിട്ടതോ അവൻ്റെ അന്നത്തെ ഗോത്ര സംസ്കാരത്തിൻ്റെ കഥകളോ ഒക്കെ പാടി പറഞ്ഞതിൽ നിന്ന് ഉരുവം കൊണ്ട ഒരു കലാരൂപമായി മാറുകയും പിന്നീട് ആചാരാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി അയ്യപ്പൻകാവുകളിലും യക്ഷിയമ്മൻ കോവിലുകളിലും ഒക്കെ ദേവീദേവന്മാരുടെ കഥ വിവരിക്കുന്ന വിൽപ്പാട്ടുകൾ ക്ഷേത്രങ്ങളിൽ ധാരാളമായിട്ട് അവതരിപ്പിച്ചു വരികയും ചെയ്തു. ഇന്നും അമ്മൻ കോവിലുകളിൽ ഒരാചാരമായിട്ട് ഈ വിൽപ്പാട്ട് അവതരിപ്പിക്കുകയാണ്. കാലം കഴിഞ്ഞപ്പോൾ വിൽപ്പാട്ട് എന്ന് പറയുന്ന കലയ്ക്ക് ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദേവീദേവന്മാരുടെ കഥകൾക്ക് പുറമേ ചരിത്ര കഥകളോ സാമൂഹ്യ കഥകളോ കവികളുടെ കൃതികളോ ഒക്കെ വിൽപ്പാട്ടായിട്ട് അവതരിപ്പിക്കപ്പെട്ടു. നവീന വിൽപ്പാട്ട് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ രൂപം കൊണ്ടു. തിരുവട്ടാർ ബാലൻപിള്ളയാശാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഉപജ്ഞാതാവായിട്ട് പരിഗണിക്കപ്പെടുന്നത്. പഴയ കാലത്തെ നാട്ടുതാളങ്ങൾ, അതായത് ഈ ഘടം, വെല്ലിൽ കെട്ടിയിരുന്ന മണി, ഇവയൊക്കെ മാറ്റിയിട്ട് സംഗീതത്തിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് തബലയും ഹാർമോണിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ രീതിയിലുള്ള വിൽപ്പാട്ട് ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഒരു കലാരൂപം 32 വർഷക്കാലമായി തുടർച്ചയായിട്ട് ഞങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുകയാണ്. ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞു. ഏതായാലും ഇവിടേക്ക് ക്ഷണിച്ചതിനും ഇത് കേൾക്കാനെത്തിയിരിക്കുന്ന നിങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ശബ്ദം നിയന്ത്രിക്കുന്ന ന്യൂ ഫ്രണ്ട് സൗണ്ട്സിൻ്റെ പ്രവർത്തക സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു.
ചൊല്ലുന്നു, ഞങ്ങൾ കഥകൾ ചൊല്ലുന്നു. കാരണനായകനായ ഗണേശനെ മനസ്സിൽ പൂജിച്ചു, കൊട്ടി താളം നീട്ടി കഥകൾ ചൊല്ലുന്നു, ഞങ്ങൾ കഥകൾ ചൊല്ലുന്നു. സഹൃദയനെ കഥ പറയാം ഈ തിരുസന്നിധിയിൽ, സകല ചരാചര ദുരിതമകറ്റും ദേവൻ തൻ കഥ ചൊല്ലാം, ഞങ്ങൾ ഈശ്വര ചരിതം ചൊല്ലാം. സകല ചരാചര ദുരിതമകറ്റും ദേവൻ തൻ കഥ ചൊല്ലാം, ഞങ്ങൾ ഈശ്വര ചരിതം ചൊല്ലാം. കാരണനായകനായ ഗണേശനെ മനസ്സിൽ പൂജിച്ചു, കൊട്ടി താളം നീട്ടി കഥകൾ ചൊല്ലുന്നു, ഞങ്ങൾ കഥകൾ ചൊല്ലുന്നു. ചില സ്നേഹികളെ, ക്ഷേത്രകലകൾക്കും ദേവകഥകൾക്കും പ്രാധാന്യം നൽകുന്ന ഒരു നവീന ക്ഷേത്ര സംസ്കാരം നമ്മുടെ നാട്ടിൽ ഉരുത്തിരിഞ്ഞു വരികയാണ്. പ്രൗഢമായ നമ്മുടെ പാരമ്പര്യത്തോട്, നമ്മുടെ പൂർവികരോട് നമുക്കുള്ള ആദരവ് തന്നെയാണ് ഇത്. വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെയാണല്ലോ ഭാരതീയ പാരമ്പര്യത്തിന്റെ അടിത്തറ. അതെ, ഇവ ഓരോന്നും പറയുന്നത് ഈശ്വര ഭക്തിയോടെയുള്ള ജീവിതത്തെക്കുറിച്ചും സഹജീവികളോട് നമ്മൾ കാട്ടുന്ന സ്നേഹത്തെക്കുറിച്ചും ഒക്കെയാണ്. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളേറെ കഴിഞ്ഞിട്ടും ഈ കൃതികൾ ഇന്നും ദീപസ്തംഭമായി നമുക്ക് ചുറ്റും ജ്വലിച്ചു നിൽക്കുന്നത്. ഇതിൽ നിന്നും ഒരു ചെറു ദീപം തെളിയിച്ച് നിങ്ങളുടെ മനസ്സിൽ ഭക്തിയുടെ പ്രകാശം വരുത്താൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. ത്രിമൂർത്തികളിൽ സംഹാരരുദ്രനായ അഗ്നിനേത്രനായ ഭഗവാൻ പരമശിവന്റെ ഒരു കഥ വിൽപ്പട്ട രൂപത്തിൽ ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നു. ആയിരക്കണക്കിന് കഥകളിലെ നായകനോ ഉപനായകനോ ഒക്കെയായി പ്രത്യക്ഷപ്പെടുന്ന മൃത്യുഞ്ജയനാണ് ഭഗവാൻ പരമശിവൻ. ഭഗവാന്റെ ഓരോ കഥകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സുപരിചിതവുമാണ്. എങ്കിലും മഹാദേവന്റെ കഥകൾ കേൾക്കുന്തോറും നമ്മൾ പുണ്യാത്മാക്കളായി തീരും എന്ന ആ വാക്യത്തെ ഓർത്തുകൊണ്ട് ഭഗവാന്റെ ഒരു കഥ, ദേവിയുടെ ഉൽപ്പത്തിയുടെ കഥ വിൽപ്പാട്ട് രൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഞങ്ങൾ ആരംഭിക്കുന്നു കഥ കൈലാസനാഥൻ. കൈലാസനാഥൻ 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 ഈരുലകിനു പതിപതിയാകും കൈലാസനാഥൻ ഈരുലകിനു അധിപതിയാകും കൈലാസനാഥൻ ത്രിപുരാന്തരനായി ഭുവനം പാലിച്ച കൈലാസനാഥൻ ത്രിപുരാന്തരനായി ഭുവനം പാലിച്ച കൈലാസനാഥൻ നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. ഹിന്ദുകലാധര ശ്രീ ഭഗവാനെ കൈലാസപതിയെ പാലയമാ ഹിന്ദുകലാധര ശ്രീ ഭഗവാനെ കൈലാസപതിയെ പാലയമാ കാലരിപുവായി പിറന്ന പൊരുളെ ഭൂതഗണാധിപ പാലയമാ കാലരിപുവായി പിറന്ന പൊരുളെ ഭൂതഗണാധിപ പാലയമാ മഹേശ്വര ദയാനിധേ മഹേശ്വര ദയാനിധേ പാർവതി വല്ലഭ കൈതൊഴ പാർവതി വല്ലഭ കൈതൊഴ കൈലാസനാഥൻ 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 നമ ശിവായ നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ. ആ പർവ്വതം കണ്ടോ?
സുവർണപ്രഭ കൊണ്ട് സൂര്യനെ പോലും നിഷ്പ്രഭമാക്കുന്ന ഒരു പർവ്വത ശൃംഗം, നക്ഷത്രങ്ങളെയൊക്കെ ചുംബിച്ചു നിൽക്കുന്ന കൊടിമുടികൾ, മണിമുത്തുകൾ പോലെ പൊഴിഞ്ഞു വീഴുന്ന മഞ്ഞുകണങ്ങൾ. ഇതാണ് കൈലാസം, ലോകനാഥനായ ശ്രീ മഹാദേവന്റെ ശ്രീലകം. ഇത് കണ്ടോ, കൈലാസത്തിൽ ദേവന്മാരൊക്കെ എത്തിയിരിക്കുകയാണ്. എന്താണ് വിശേഷം? ബ്രഹ്മദേവൻ, മഹാവിഷ്ണു തുടങ്ങി സകല ദേവന്മാരും ഉണ്ട്. മഹാദേവനോട് എന്തോ സങ്കടം ഉണർത്തിക്കാൻ വേണ്ടിയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. സങ്കടം? അതെ, ഈ ദേവന്മാർക്ക് സങ്കടമുണ്ടോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ വിധിയെ മാറ്റാൻ പലപ്പോഴും ദേവന്മാർക്കും കഴിയാറില്ല. ദേവന്മാർക്കും ക്ലേശകാലവും നല്ല കാലവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോ ദേവകൾ ആകെ ഒരു കഷ്ടകാലത്തിൽപ്പെട്ടിരിക്കുകയാണ്. എന്താ? അസുരന്മാരുടെ നിരന്തരമായ പീഡനം ദേവന്മാരെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു. അസുരന്മാരുമായിട്ട് ഒരു യുദ്ധം ചെയ്യാൻ ദേവകൾക്ക് തയ്യാറാകേണ്ടിയിരിക്കുന്നു. അതിന് മഹാദേവന്റെ സഹായം ആവശ്യമാണ്. അത് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി കൈലാസത്തിൽ വന്നിരിക്കുന്നത്. ദേവന്മാർക്ക് സങ്കടം? ദേ കണ്ടോ. പക്ഷേ ഭഗവാൻ പരമശിവൻ ധ്യാനത്തിലാണ്. ദേവന്മാരെല്ലാവരും മഹാദേവന്റെ മുമ്പിലെത്തി ഭക്തിയോടെ ഭഗവാനെ പ്രാർത്ഥിച്ചോടെ. വന്ദനം മഹേശ്വര, സങ്കടങ്ങൾ കേൾക്കണേ, ദൈത്യകുലജാതനീ ഭുവനം തനിപ്പൂ. വന്ദനം മഹേശ്വര, സങ്കടങ്ങൾ കേൾക്കണേ, ദൈത്യകുലജാതനീ ഭുവനം തനിപ്പൂ. അസുരരെ നിഗ്രഹിക്കാൻ അനുഗ്രഹം നൽകിടേണേ, അമരാധിപാ നടേശ തിരുമുൻപിൽ. അസുരരെ നിഗ്രഹിക്കാൻ അനുഗ്രഹം നൽകിടേണേ, അമരാധിപാ നടേശ തിരുമുൻപിൽ. മംഗളമേഘടേ ശക്തി സ്വരൂപനേ, കാരുണ്യവാരിതേ കൃപ ചൊരിഞ്ഞിടൂ. മംഗളമേഘടേ ശക്തി സ്വരൂപനേ, കാരുണ്യവാരിതേ കൃപ ചൊരിഞ്ഞിടൂ. വന്ദനം മഹേശ്വര, സങ്കടങ്ങൾ കേൾക്കണേ, ദൈത്യകുലജാതനീ ഭുവനം തനിപ്പൂ. മഹാദേവന്റെ അനുവാദം വാങ്ങാതെ ദേവകൾക്ക് അസുരന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല. കാരണം ഭഗവാൻ പരമശിവൻ എല്ലാവരും ഒരുപോലെ പൂജിക്കുന്ന ഏകദേവനാണ്. ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും മനുഷ്യരും ഒക്കെ ഒരുപോലെ പൂജിക്കുന്ന ഏകദേവൻ. ഒരുപക്ഷെ ഭഗവാൻ ഇല്ലാതെ ദേവാസുര യുദ്ധം ആരംഭിച്ചാൽ, ഈ അസുരന്മാർ ചെന്ന് മഹാദേവനോട് സഹായം അഭ്യർത്ഥിച്ചാൽ ഭഗവാൻ അസുരന്മാരെയും സഹായിച്ചെന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ദേവകൾ പരാജയപ്പെടും. അതുകൊണ്ടാണ് ഭഗവാന്റെ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള ഈ കാത്തുനിൽപ്പ്. പക്ഷേ ഭഗവാൻ ധ്യാനത്തിൽ നിന്ന് ഉണരുന്നില്ല. ദേവന്മാരെല്ലാവരും പാർവതി ദേവിയുടെ അടുത്തെത്തി സങ്കടം പറഞ്ഞു. ദേവിയാണെങ്കിൽ വല്ലാത്തൊരു വിഷമവൃത്തത്തിലായി. ദേവന്മാരുടെ സങ്കടം കേൾക്കാതിരിക്കാനും കഴിയില്ല, മഹാദേവന്റെ ധ്യാനത്തിന് ഭംഗം വരുത്താനും കഴിയില്ല. ഒടുവിൽ പ്രപഞ്ച രക്ഷയാണ് മുഖ്യം എന്ന് ചിന്തിച്ചുകൊണ്ട് പാർവതി ദേവി ഇതാ മഹാദേവന്റെ അടുത്തേക്ക് നടക്കാണ്. ഇത് കണ്ട് ദേവന്മാരൊക്കെ ഭയന്ന് പുറകോട്ട് മാറുന്നത്. കാരണം മഹാദേവന്റെ ധ്യാനത്തിന് ഭംഗം വന്നാൽ ഭഗവാൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. ചിലപ്പോൾ തൃക്കണ്ണ് തുറന്ന് സകല ദേവന്മാരെയും ഭസ്മീകരിക്കും. ഇത് ഭയന്ന് ദേവന്മാർ കൈലാസത്തിന്റെ ഓരോ കോണിലൊക്കെ മാറി ഒതുങ്ങി നിൽക്കുകയാണ്. ദേവി മഹാദേവന്റെ മുമ്പിലെത്തി. അവിടെ വളർന്നു നിൽക്കുന്ന വില്ലുപത്രിയിൽ നിന്ന് 9 ഇലകൾ ദേവി നുള്ളിയെടുത്തു. ഒന്നൊന്നായി ഭഗവാന്റെ പാദങ്ങളിലേക്ക് അർപ്പിച്ചിട്ട് ദേവിയുമിത മഹാദേവനെ പ്രാർത്ഥിച്ചു തുടങ്ങി. ശംഭോ മഹാദേവ ശങ്കര ശ്രീകണ്ഠ, ചന്ദ്രചൂഡം പദേ പാലയമാ. ശംഭോ മഹാദേവ ശങ്കര ശ്രീകണ്ഠ, ചന്ദ്രചൂഡം പദേ പാലയമാ. വില്ലഭദ്രങ്ങളാ പൂജയെ കീഴുന്നു, വില്ലഭദ്രങ്ങളായി പൂജയെ കീഴുന്നു. ദൈവമോടെ നീക തുറക്കൂ സാന്ത്വനമേകീടൂ, ദൈവമോടെ നീക തുറക്കൂ സാന്ത്വനമേകീടൂ. ശംഭോ മഹാദേവ ശങ്കര ശ്രീകണ്ഠ, ചന്ദ്രചൂഡം പദേ പാലയമാ.
ദേവി ഭക്തിപൂർവം മഹാദേവന്റെ പാദങ്ങളിൽ ചുംബിച്ചു. അതാ ഭഗവാന്റെ നെറ്റ് ചുളിയുന്നു, പുരുകൾ വിളകുന്നു, ചുണ്ടുകൾ വിളയ്ക്കുന്നു. മഹാദേവൻ മെല്ലെ മിഴികൾ തുറന്നു. ഭക്തി പാരവശത്താൽ തൊഴുത് കുമ്പിട്ട് നിൽക്കുന്ന പാർവതി ദേവിയെയും ദൂരെ അവിടെ മാറി നിൽക്കുന്ന ദേവന്മാരെയും ഒക്കെ കണ്ട് മഹാദേവൻ എഴുന്നേറ്റു. തൃശൂലമായ പിനാകം നിലത്തൂന്നി, നാഗത്തളകണിഞ്ഞ വലതുകാൽ നിലത്തമർത്തി ചവിട്ടി, സംഹാര ശക്തിയുടെ മുഴുവൻ യൗതുകയും തൃക്കണ്ണിൽ ഒളിപ്പിച്ച് ഭമരവും ജപമാലയും ഏന്തിയ ആ ഉഗ്ര ദിവ്യ രൂപം ദേവതർക്ക് മുമ്പിൽ മഹാമേരുവിനെ പോലെ ജ്വലിച്ചു. ഭഗവാൻ എല്ലാവരെയും നോക്കി. എന്താ എല്ലാവരും കൂടി? മഹാദേവന്റെ ഗംഭീര സ്വരം ഉയർന്നു. അതാ വിഷ്ണു ഭഗവാൻ മഹാദേവന്റെ അടുത്തേക്ക് വന്നു. മഹാദേവ, അസുരന്മാരുടെ അതിക്രമം അതിന് കടക്കുകയാണ്. ത്രിപുരന്മാർ പ്രപഞ്ചമാകെ നശിപ്പിക്കുന്നു. മഹാദേവന് മാത്രമേ ത്രിപുരന്മാരെ നശിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഭഗവാൻ ഉടൻ എന്തെങ്കിലും ചെയ്തേ തീരൂ. കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാവുന്ന മഹാദേവൻ കണ്ടോ, വീണ്ടും തന്റെ മിഴികൾ അടച്ചു. ഈ ത്രിപുരന്മാർ ആരാണെന്നറിയാമോ? കരുത്തനായ ഒരു അസുരനായിരുന്നു താരകാസുരൻ. താരകൻ എന്ന പേരുള്ള അസുരൻ. ഈ താരകാസുരനെ സുബ്രഹ്മണ്യൻ വധിച്ചു. അതോടെ അസുരന്മാർ ബലഹീനന്മാരായി. പക്ഷെ ഈ താരകാസുരന് 3 പുത്രന്മാരുണ്ടായിരുന്നു: താരകാക്ഷൻ, കമലാക്ഷൻ, വിദ്യുന്മാൻ. ഇവർ 3 പേരും ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷനായി. എന്നിട്ട് ഒരിക്കലും മരിക്കാതിരിക്കാൻ വരം ആവശ്യപ്പെട്ടു. പക്ഷെ ബ്രഹ്മാവ് ആ വരം കൊടുത്തില്ല. എന്നാൽ അതിനേക്കാൾ വിചിത്രമായ ഒരു വരം ഇവർ ബ്രഹ്മാവിൽ നിന്നും നേടിയെടുത്തു. അവർക്ക് 3 പേർക്കും വസിക്കാൻ 3 പുരങ്ങൾ, 3 നഗരങ്ങൾ വേണം. അത് നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ എവിടെയെങ്കിലും പോരാ. അന്തരീക്ഷത്തിൽ, ആകാശത്തിൽ വിവിധ ദിക്കുകളിൽ ഗ്രഹങ്ങൾക്കൊപ്പം അങ്ങനെ ഒഴുകി നടക്കണം. ഓരോ പുരങ്ങളിലും ലക്ഷക്കണക്കിന് അസുരന്മാർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും വേണം. 1000 വർഷം കൂടുമ്പോൾ ഒരു ദിവസം ഒറ്റ മുഹൂർത്തത്തിൽ ഈ 3 പുരങ്ങളും ഒരേ ബിന്ദുവിലെത്തും. അപ്പോൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരൊറ്റ അസ്ത്രം ഉപയോഗിച്ച് ഇവയെ 3നെയും ഒന്നിച്ച് തകർത്താലേ തങ്ങൾക്ക് മരണം സംഭവിക്കാവൂ. ഈ വരം ബ്രഹ്മാവ് ഇവർക്ക് കൊടുക്കില്ലെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ ഇവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബ്രഹ്മദേവൻ അവരാവശ്യപ്പെട്ട വരമൊക്കെ കൊടുത്തു. പിന്നെ വരം നേടിക്കഴിഞ്ഞ 3 പേരും അസുര ശില്പിയായ മയാസുരന്റെ അടുത്തെത്തി. ഈ പ്രപഞ്ചത്തിലുള്ള ഒരസ്ത്രത്തിനും തകർക്കാൻ കഴിയാത്ത 3 പുരങ്ങൾ തങ്ങൾക്ക് നിർമ്മിച്ചു തരാൻ അവർ മയനോട് ആവശ്യപ്പെടുകയാണ്. 3 പുരങ്ങൾ വേണം ഗ്രഹങ്ങളെ പോലെ, അഷ്ടമിക്കുകളിൽ പുരങ്ങൾ ഒഴുകിടേണം. 3 പുരങ്ങൾ വേണം ഗ്രഹങ്ങളെ പോലെ, അഷ്ടമിക്കുകളിൽ പുരങ്ങൾ ഒഴുകിടേണം. അസുരകുലജാതന്മാർ ആഡംബരമോടെ, അസുരകുലജാതന്മാർ ആഡംബരമോടെ സുഖമായി പുരങ്ങളിൽ പാർത്തിടേണം, സുഖമായി പുരങ്ങളിൽ പാർത്തിടേണം. സ്വർഗത്തുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഈ പുരങ്ങളിൽ വേണം. സ്വപ്ന സമാനമായിട്ടായിരിക്കണം ഇതിന്റെ നിർമ്മിതി. സ്വർഗസമം വിശിഷ്ടമാം സർവവും നൽകണം, സ്വപ്നലോകമെന്ന പോലെ വിലസീടണം. അസുരർ സ്വപ്നലോകമെന്ന പോലെ വിലസീടണം. സ്വർഗസമം വിശിഷ്ടമാം സർവവും നൽകണം, സ്വപ്നലോകമെന്ന പോലെ വിലസീടണം. അസുരർ സ്വപ്നലോകമെന്ന പോലെ വിലസീടണം. ദേവകൾക്കുമേലെ ത്രിപുരങ്ങൾ തന്നിലായി, ദേവകൾക്കുമേലെ ത്രിപുരങ്ങൾ തന്നിലായി ദാനവർ ഉലകങ്ങൾ കീഴടക്കണം, ദാനവർ ഉലകങ്ങൾ കീഴടക്കണം, ദാനവർ ഉലകങ്ങൾ കീഴടക്കണം. മയൻ 3 പേർക്കും ഓരോ പുരങ്ങൾ നിർമ്മിച്ചു നൽകി. താരകാക്ഷന് സ്വർണം കൊണ്ടും കമലാക്ഷന് വെള്ളി കൊണ്ടും വിദ്യുന്മാലിക്ക് ഇരുമ്പ് കൊണ്ടുമുള്ള ഓരോരോ പുരങ്ങൾ. ഇവ 3ഉം ബ്രഹ്മദേവന്റെ വരബലത്താൽ അന്തരീക്ഷത്തിൽ അങ്ങനെ ഒഴുകി നടക്കുകയാണ്. നമ്മളൊക്കെ ഇന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഉപഗ്രഹവാസം അവർ അന്നേ യാഥാർത്ഥ്യമാക്കി എന്നർത്ഥം.
പക്ഷേ അപൂർവമായി തങ്ങൾക്ക് ലഭിച്ച ഈ ഭാഗ്യത്തിൽ 3 പേരും അഹങ്കാരികളായി. അവർ ദേവന്മാരെയും മനുഷ്യരെയും ഒക്കെ ഉപദ്രവിച്ചു തുടങ്ങി. പല പ്രാവശ്യം ഇവർ ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. ദേവന്മാർ ഇവരെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ സാധിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു യുദ്ധം ചെയ്യാൻ ദേവന്മാർക്ക് അവസരം വന്നിരിക്കുകയാണ്. കാരണം ഈ 3 പുരങ്ങൾ ഒരേ ബിന്ദുവിൽ വരാൻ ഇനി ആകെ അവശേഷിക്കുന്നത് 10 ദിവസമാണ്. ഈ യുദ്ധത്തിൽ ഭൂമിയിൽ നിന്നുകൊണ്ട് ഇവരെ തകർക്കാൻ സാക്ഷാൽ മഹാദേവന് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് എല്ലാവരും ഈ കൈലാസത്തിലെത്തി ഭഗവാന്റെ സഹായം ആവശ്യപ്പെട്ട് നിൽക്കുന്നത്. മനസ്സിലായല്ലോ? കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാവുന്ന ഭഗവാൻ പരമശിവൻ മിഴികൾ തുറന്നു. എന്നിട്ട് ദേവകളെ ഒന്നുകൂടി നോക്കി. ദേവകളെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. തമ്പുരന്മാരെ നിഗ്രഹിക്കണം. അതിനായി നാം തന്നെ പട നയിക്കാം. നർമ്മദാ നദിയുടെ തീരമാണ് നമ്മുടെ യുദ്ധവേദി. ഈ യുദ്ധത്തിന് ദേവശില്പിയായ വിശ്വകർമാവ് ഒരു രഥം നിർമ്മിക്കണം. ബ്രഹ്മദേവൻ ആ രഥം നയിക്കണം. മന്ധര പർവ്വതം പള്ളിവില്ലാകണം. വാസുവി എന്ന ഉഗ്രനാഗം ആ വില്ലിലെ ഞാനാകണം. ഈ 3 പുരങ്ങളെയും ഒരുമിച്ച് തകർക്കാൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെ അസ്ത്രമാകണം. ഈ നാരായണാസ്ത്രത്തിന്റെ മുനയിൽ അഗ്നിയും ചുവട്ടിൽ വായുവും സ്ഥിതി ചെയ്യണം. സകല ദേവകളും ഈ യുദ്ധത്തിൽ സംബന്ധിക്കണം. വിശ്വകർമാവേ, രഥത്തിന്റെ നിർമ്മാണം ആരംഭിക്കും. വിശ്വകർമാവേ ദേവശില്പി, തേരൊരു കീടണം ത്രിപുരഹനിക്കുവാൻ, തേരൊരു കീടണം ത്രിപുരഹനിക്കുവാൻ. ബ്രഹ്മദേവാ, തേരാളിയായി രഥം തെളിച്ചിടണം, തേരാളിയായി രഥം തെളിച്ചിടണം. അമ്പരപർവ്വതം ചില്ലാകണം, ഉഗ്രന വാസുകി സർവശ്രേഷ്ഠൻ. ശൃംഗമാവില്ലിനെ ഞാനാകണം, ശൃംഗമാവില്ലിനെ ഞാനാകണം, ശൃംഗമാവില്ലിനെ ഞാനാകണം. മഹാദേവൻ വിഷ്ണുദേവനോട് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. ത്രിപുരങ്ങൾ നീക്കുനേരണയുന്ന വേളയിൽ പത്മനാഭൻ അസ്ത്രമായിടണം, ത്രിപുരങ്ങൾ നീക്കുനേരണയുന്ന വേളയിൽ പത്മനാഭൻ അസ്ത്രമായിടണം. അസ്ത്രമുന തന്നിലായ നീയും ചുവടതിൽ വായുവും സ്ഥിതി ചെയ്തിടണം, അസ്ത്രമുന തന്നിലായ നീയും ചുവടതിൽ വായുവും സ്ഥിതി ചെയ്തിടണം, വായുവും സ്ഥിതി ചെയ്തിടണം. മഹാദേവൻ പറഞ്ഞ സർവ്വസന്നാഹങ്ങളും ഒരുക്കപ്പെട്ടു. ഭഗവാൻ പരമശിവൻ തങ്ങളുമായിട്ട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുന്നത് അസുരന്മാർ അറിഞ്ഞു. അവർക്കുള്ളിൽ ഭയം തോന്നി തുടങ്ങി. കാരണം എല്ലാ ദേവന്മാരെയും പോലെ അല്ല ഭഗവാൻ പരമശിവൻ. ഭഗവാൻ സംഹാര രുദ്രനാണ്. ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്താൽ പരാജയവും മരണവും നിശ്ചയം. പക്ഷെ ഭയം ഒളിച്ചിരിക്കാൻ പറ്റുമോ? യുദ്ധമെങ്കിൽ യുദ്ധം. കണ്ടോ, നർമ്മദാ നദിയുടെ തീരത്ത് മാഹേശ്വരം എന്ന പ്രസിദ്ധമായ സ്ഥലത്ത് യുദ്ധസജ്ജനായി നിൽക്കുന്നു ഭഗവാൻ പരമശിവൻ. തിരുജടയിൽ വിളങ്ങുന്ന ചന്ദ്രക്കല, ഭസ്മം ചാർത്തിയ തിരുനെറ്റിയിൽ തൊട്ടുകുറി പോലെയുള്ള അഗ്നിനേത്രം, നീലനിറമാർന്ന കണ്ഠത്തിൽ വാടാത്ത മാന്യം പോലെയുള്ള ഉഗ്രനാഗം, തീഷ്ണമായ മിഴികൾ. ഈ പ്രപഞ്ചത്തെ പോലും എടുത്തുറക്കാൻ തക്ക കരുത്തിൽ ഭഗവാനത യുദ്ധത്തിന് തയ്യാറായി അങ്ങനെ നിൽക്കുന്നു. യുദ്ധത്തിനായൊരുങ്ങി, യുദ്ധത്തിനായൊരുങ്ങി. തിരുജടയും അഗ്നിനേത്രങ്ങൾ ഉഗ്രമഭാവവും കണ്ടു നടുങ്ങി, തിരുജടയും അഗ്നിനേത്രങ്ങൾ ഉഗ്രമഭാവവും കണ്ടു നടുങ്ങി. ദാനവർ ശൈവഭാവത്താൽ നടുങ്ങി, ദാനവർ ശൈവഭാവത്താൽ നടുങ്ങി. ഓർവിളിയുയർന്നു, രുതിരം ചരിഞ്ഞു, ഓർവിളിയുയർന്നു, രുതിരം ചരിഞ്ഞു. ദിഗന്ധം പിളർത്തുന്ന അട്ടഹാസങ്ങളും ആർത്തനാദങ്ങളും ഉയർന്നു, ദിഗന്ധം പിളർത്തുന്ന അട്ടഹാസങ്ങളും ആർത്തനാദങ്ങളും ഉയർന്നു. അസുരന്മാർ വൻ പാറകളും മരങ്ങളും ഒക്കെ പിഴുതെടുത്ത് ദേവന്മാരെ ആക്രമിക്കാൻ യുദ്ധം, ഒരു യുദ്ധം. വൻപാറകളെറിയുന്നു
അസുരൻ മരങ്ങൾ പിഴുതെറിയുന്നു, വൻപാറകളെറിയുന്നു, അസുരൻ മരങ്ങൾ പിഴുതെറിയുന്നു. ദിവ്യായുധങ്ങളാലെ ദൈത്യം ദേവകളോടിടയുന്നു, ദിവ്യായുധങ്ങളാലെ ദൈത്യം ദേവകളോടിടയുന്നു, ദൈത്യം ദേവകളോടിടയുന്നു. അസുരന്മാർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് മഹാദേവനുമായി യുദ്ധം ചെയ്യുന്നു. ഭഗവാൻ പരമശിവൻ ഓരോരോ അസുരന്മാരെ പുറത്തിറങ്ങിക്കൊണ്ട് സംഹാര താണ്ഡവമാടുന്നു. കൈലാസനാഥൻ സംഹാര താണ്ഡവം ആടിയുറഞ്ഞിടുന്നു, കൈലാസനാഥൻ സംഹാര താണ്ഡവം ആടിയുറഞ്ഞിടുന്നു. അസുരനെ ഭക്തീകരിക്കുന്നു ദേവകൾ വിജയഘോഷം മുഴക്കുന്നു, അസുരനെ ഭക്തീകരിക്കുന്നു ദേവകൾ വിജയഘോഷം മുഴക്കുന്നു, ദേവകൾ വിജയഘോഷം മുഴക്കുന്നു. അതാ ത്രിപുരങ്ങൾ ഒരേ ബന്ധുവിൽ പെടുന്ന മുഹൂർത്തമായി മഹാദേവൻ തന്റെ പല്ലുവില്ലിൽ നാരായണാസ്ത്രം തൊടുത്തു. ത്രിപുരങ്ങൾ ഒരേ ബന്ധുവിലെത്തി. ഭഗവാന്റെ പിന്നിൽ നിന്നും ചീറിപ്പഞ്ഞ നാരായണാസ്ത്രം 3 പുരങ്ങളെയും ഭസ്മീകരിച്ചു. ത്രിപുരങ്ങളൊക്കെ തകർന്നടിഞ്ഞ് ഭൂമിയിൽ പതിച്ചു. ത്രിപുരനഗരത്തിൽ മരിക്കാത്ത അസുരലോകത്തേക്ക് രക്ഷപ്പെടാൻ ഭാവിക്കുന്ന അസുരന്മാരെ ഭഗവാൻ തൃക്കണ്ണു തുറന്ന് ഭസ്മീകരിച്ചു. എല്ലാവരും ഈയാൻ പാറ്റുകളെ പോലെ എഴുതിടങ്ങും. അതുകൊണ്ടോ മഹാദേവന്റെ കോപാഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട് 4 പേർ മറ്റൊരു വഴിയിലൂടെ ഓടുകയാണ്. ഇതാണ് അസുരശില്പി മയൻ, മയന്റെ ഭാര്യ ഹേമ, അവന്റെ ബന്ധുക്കളായ ദാനവതി, ദാരുവതി എന്നീ 2 സ്ത്രീകൾ. അവർ 4 പേരും ഒരു കൊടും കാട്ടിൽ അഭയം പ്രാപിച്ചു. ക്രൂര മൃഗങ്ങളും ഉഗ്രസർപ്പങ്ങളും ഒക്കെ വിഹരിക്കുന്ന ഒരു ഘോരവനം. ഇവരിവിടെ വരാൻ കാരണം അസുര ഗുരുവായ ശുക്രാചാര്യൻ ഇപ്പോൾ വസിക്കുന്നത് ഈ കൊടുങ്കാട്ടിലാണ്. യുദ്ധവിശേഷങ്ങളൊക്കെ അകക്കണ്ടുകൊണ്ട് അറിഞ്ഞ് ദുഃഖിതനായി തൻ്റെ ആശ്രമത്തിലിരിക്കുകയാണ് ശുക്രാചാര്യൻ. മയനും ഹേമയും ദാനവതിയും ദാരുവതിയും ശുക്രാചാര്യന്റെ മുമ്പിലെത്തി കൈകൂപ്പി കുപ്പിട്ട് നിന്നു. ശുക്രാചാര്യൻ എഴുന്നേറ്റു. മയ, കൈകൂപ്പി കുമ്പിട്ട് നിൽക്കേണ്ട സമയമല്ല ഇത്. നമ്മൾ 5 പേരൊഴികെ ബാക്കി മുഴുവൻ അസുരന്മാരും മരിച്ചിരിക്കുന്നു. അഹങ്കാരമാണ് ഇതിന്റെ കാരണം. ഗുരുഭക്തിയും ശിവഭക്തിയും അസുരന്മാർ പാടെ മറന്നു. മരിക്കണം, അഹങ്കാരികളെല്ലാം മരിക്കണം. അതുകൊണ്ടാണ് നാം സഞ്ജീവനി വിദ്യ പ്രയോഗിക്കാത്തത്. എല്ലാവരും നശിക്കണം. ഗുരുനാഥ, അവിടുന്ന് പറയുന്നത്? അതെ, എല്ലാവരും നശിക്കണം. അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരു പുതിയ അസുര തലമുറ പിറവിയെടുക്കണം. അസുരവംശത്തെ ഇപ്പോൾ ഒന്നാകെ നശിപ്പിച്ച സാക്ഷാൽ കൈലാസനാഥൻ മഹാദേവൻ ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹത്തോടെയാവണം അത്. ഗുരുനാഥ, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇത് സാധ്യമായ കാര്യമാണോ? സാധ്യമാകണം, സാധ്യമാകും. ശുക്രാചാര്യൻ ദാരുവതി ഒന്ന് നോക്കി. ഇവൾ മഹാദേവനെ തപസ് ചെയ്യണം. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവൾക്കൊരു പുത്രൻ ജനിക്കും. അവൻ അസുരവംശത്തിന്റെ രക്ഷകനാകും. മയ, ഈ നിമിഷം മുതൽ നീ ഇവിടെ വസിച്ച് പുതിയ ഒരു അസുര സാമ്രാജ്യത്തിന് രൂപം നൽകണം. നിനക്കൊരു പുത്രി ജനിക്കും. അവൾ ദാരുപതിയുടെ പുത്രവധുവാകും. ശുക്രാചാര്യൻ പറഞ്ഞ ഈ വാക്കുകൾ കേട്ട് മൈനും ഹേമയും ദാനവതിയും ദാരുവതിയും ഒക്കെ സന്തോഷിച്ചു. ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹത്താൽ ഒരു പുത്രൻ ജനിക്കുക, അവൻ അസുരവംശത്തിന്റെ രക്ഷകനാകുക. ദാരുവതിക്ക് വല്ലാതെ സന്തോഷമായി. ഇത് കണ്ടോ, മഹാദേവന്റെ ദിവ്യരൂപം തൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ദാരുപതി ഭഗവാനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു. ഒപ്പം ദാനവതി. തുടങ്ങി ദാനവതിയും ദാരുവതിയും ഘോരതപം തുടങ്ങി. ദേവദേവനാം പരമേശ്വരൻ
നാമങ്ങളുരുവിട്ടു തുടങ്ങി. ദേവദേവന പരമേശ്വരന്റെ നാമങ്ങളുരുവിട്ടു തുടങ്ങി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. പുതിയൊരു അസുരരൂപം പണിതുയർത്താൻ മഹാദേവ കൃപവേഗം ശക്തിയായി. പുതിയൊരു അസുരരൂപം പണിതുയർത്താൻ മഹാദേവ കൃപവേഗം ശക്തിയായി. അമരകൾ തന്റെ സ്വർഗം സ്വന്തമാക്കാൻ ഇതു തന്നെ നൽകുവായും തപസുഗന്ധി. അമരകൾ തന്റെ സ്വർഗം സ്വന്തമാക്കാൻ ഇതു തന്നെ നൽകുവായും തപസുഗന്ധി. ഇതു തന്നെ നൽകുവായും തപസുഗന്ധി. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ദാരിപതിയുടെ തപസ്സിൽ സംപ്രീതനായി ഭഗവാൻ പരമശിവൻ പ്രത്യക്ഷനായി പുത്രലബ്ധിക്കുള്ള വരം നൽകി മഹാദേവൻ ദാരിപതിയെ അനുഗ്രഹിച്ചു. മാസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. കണ്ടോ, ശുക്രാചാര്യരുടെ ആശ്രമത്തിന്റെ സമീപത്തായി മറ്റൊരു ചെറിയ കുടിൽ കെട്ടിയൊരുക്കിയിരിക്കുന്നു. ആ കുടിലിന്റെ ഉള്ളിൽ പ്രസവ വേദനയോടെ കിടന്ന് പിടയുന്നു ദാരിപതി. അന്തരീക്ഷത്തിനൊക്കെ വല്ലാത്ത മാറ്റം. സൂര്യൻ വളരെ വേഗത്തിൽ അസ്തമിക്കലിരുന്നു. ആ കാട്ടിലെ പക്ഷിമൃഗാദികളൊക്കെ വല്ലാത്ത ശബ്ദത്തിൽ കരയുന്നു. ദാരിപതിയെ ശുശ്രൂഷിച്ചുകൊണ്ട് അരികിൽ തന്നെ നിൽപ്പുണ്ട് ദാരിപതി. നിമിഷങ്ങളൊന്നായി കഴിഞ്ഞുപോയി. ആ കുടിലിൽ ദാരിപതി ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. കരുത്തനായ ഒരു ആൺകുഞ്ഞ് ജനിച്ചു വീണപ്പോൾ തന്നെ അവന്റെ കണ്ണുകളിൽ അജ്ഞാതമായ ഒരു പ്രതികാരത്തിന്റെ തിളക്കം. ശുക്രാചാര്യൻ ആ കുഞ്ഞിനെ വാരിയെടുത്തു. വിജയഭാവത്തിൽ ആകാശത്തിലേക്കൊന്ന് മുഖമുയർത്തി. എന്നിട്ട് ആ കുഞ്ഞിന്റെ കാതിൽ മെല്ലെ ഒരു പേര് വിളിച്ചു, ദാരുകൻ. ഈ പേര് കേട്ടതും ആകാശത്ത് വെള്ളടി വെട്ടി. പക്ഷിമൃഗാദികളൊക്കെ ഒന്നൊന്നായി വല്ലാത്ത ശബ്ദത്തിൽ ചിലയ്ക്കുന്നു. വൃക്ഷശിഖരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നു. കത്തിരുണ്ടൊരു മീനിയോളത ഭൂമിയിലെത്തിയൊരു ബാലകൻ. കത്തിരുണ്ടൊരു മീനിയോളത ഭൂമിയിലെത്തിയൊരു ബാലകൻ. തീഷ്ണമാമസുര ഭാവമോടത ദൈത്യരക്ഷകൻ ദാരുകൻ. തീഷ്ണമാമസുര ഭാവമോടത ദൈത്യരക്ഷകൻ ദാരുകൻ. വിടവിശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നു വിണ്ണിടിനാദം കേൾക്കയായി. വിടവിശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുന്നു വിണ്ണിടിനാദം കേൾക്കയായി. സാഗരസ്ഥിരകൾ ഗൗരതാണ്ഡവം ആടിയതൊന്നു ഘോരമായി. സാഗരസ്ഥിരകൾ ഗൗരതാണ്ഡവം ആടിയതൊന്നു ഘോരമായി. ആടിയതൊന്നു ഘോരമായി. ആടിയതൊന്നു ഘോരമായി. പ്രകൃതിക്ക് പോലെ സംഭവിച്ച ഈ മാറ്റം കണ്ട് മയനും ഹേമയും ദാനവതിയും ദാരുപതിയും ഒക്കെ ഭയന്നു. പക്ഷെ ശുക്രാചാര്യർ അവരെ ആശ്വസിപ്പിച്ചു. നിങ്ങളാരും ഭയക്കണ്ട. ഇവൻ ജനിച്ചു വീണപ്പോൾ കണ്ട ഈ ഭീകര ദൃശ്യങ്ങളൊന്നും അപശകുനങ്ങളല്ല, ദേവവംശത്തിന്റെ ഭയപ്പാടിന്റെ അടയാളങ്ങളാണ്. ഭഗവാൻ പരമശിവന്റെ അനുഗ്രഹത്താൽ ജനിച്ച ഇവനിൽ നിന്ന് ലക്ഷക്കണക്കിന് അസുരന്മാർ പിറവിയെടുക്കും. അങ്ങനെ അസുരവംശത്തിന്റെ പ്രതാപം ഈ പ്രപഞ്ചമാകെ നിറയും. പക്ഷേ എന്നിവൻ മഹാദേവ ഭക്തി ഉപേക്ഷിക്കുന്നുവോ എന്ന് ഈ ദാരുകൻ അറിഞ്ഞോ അറിയാതെയോ സാക്ഷാൽ മഹാദേവനെ നിന്ദിക്കുന്നുവോ, ആ നിമിഷം മുതൽ ഇവന്റെയും ഇവനിൽ നിന്നും പിറവിയെടുത്ത അസുര വംശത്തിന്റെയും നാശം ആരംഭിക്കും. അതുകൊണ്ട് മഹാദേവന്റെ കഥകൾ എപ്പോഴും പറഞ്ഞു കേൾപ്പിച്ച് ഉത്തമനായ ശിവഭക്തനാക്കി നമുക്ക് ഈ ദാരുകനെ വളർത്തണം. മഹാദേവനാമം ചൊല്ലി വളർത്തണം ദാരികനെ. പരമേശ്വരീലകളെല്ലാം ശ്രദ്ധിക്കണം. മഹാദേവനാമം ചൊല്ലി വളർത്തണം ദാരികനെ. പരമേശ്വരീലകളെല്ലാം
ശിവഭക്തിയൊന്നല്ലാതെ ഇച്ഛകൾ നേടിയെടുക്കാൻ ശിവഭക്തിയൊന്നല്ലാതെ ഇച്ഛകൾ നേടിയെടുക്കാൻ മറുവഴിയൊന്നുമില്ല പരമസത്യം പരമസത്യം ശിവഭക്തിയൊന്നല്ലാതെ ഇച്ഛകൾ നേടിയെടുക്കാൻ മറുവഴിയൊന്നുമില്ല പരമസത്യം പരമസത്യം. ശുക്രാചാര്യൻ ഭഗവാൻ പരമശിവന്റെ ഓരോരോ കഥകൾ അതാ കുഞ്ഞു ദാരുകന് ചൊല്ലിക്കൊടുക്കാണ്. ചൊല്ലുന്നു ശുക്രാചാര്യൻ ശിവഭഗവാന്റെ പുണ്യം ചൊല്ലുന്നു ശുക്രാചാര്യൻ ശിവഭഗവാന്റെ പുണ്യം നല്ലയോ പ്രപഞ്ചത്തിലാകമാനം പരന്നിടും നിങ്ങളുടെ കീർത്തി പ്രപഞ്ചത്തിലാകമാനം പരന്നിടും നിങ്ങളുടെ കീർത്തി ഹൃദയ നിസാരമല്ലോ പരമേശ്വരൻ പരമേശ്വരൻ പ്രപഞ്ചത്തിലാകമാനം പരന്നിടും നിങ്ങളുടെ കീർത്തി ഹൃദയ നിസാരമല്ലോ പരമേശ്വരൻ പരമേശ്വരൻ. ദാരുകന് 5 വയസ്സ് പൂർത്തിയായിരിക്കണം. 5 വയസ്സ് മാത്രം പ്രായമുള്ള ആ അസുരബാലൻ, ആ കുഞ്ഞു ദാരുകൻ കണ്ടോ മഹാദേവന്റെ ഉഗ്രരൂപം തന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് എത്ര ഭക്തിയോടെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കണ്ടോ. തുടർഭസ്മേലിതണിയുന്ന ദേവ നാഗവൃന്ദങ്ങളെ ചാത്തുന്നൊരീശ തുടർഭസ്മേലിതണിയുന്ന ദേവ നാഗവൃന്ദങ്ങളെ ചാത്തുന്നൊരീശ പ്രേതഭൂതങ്ങൾ നദിമനാക ദിവ്യവരദായക കൈലാസനാക പ്രേതഭൂതങ്ങൾ നദിമനാക ദിവ്യവരദായക കൈലാസനാക മഹാദേവനാമം ചൊല്ലി വളർന്നല്ല ദാരികനും പരമേശ്വരീരകളെല്ലാം ഹൃദയസ്ഥമാക്കി മഹാദേവനാമം ചൊല്ലി വളർന്നല്ല ദാരികനും പരമേശ്വരീരകളെല്ലാം ഹൃദയസ്ഥമാക്കി ഹൃദയസ്ഥമാക്കി. വർഷങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി. തികഞ്ഞ ശിവഭക്തനായി തന്നെ ദാരുകൻ വളർന്നു. ശുക്രാചാര്യരുടെ പരിശീലനത്തിൽ ദാരുകൻ നിരവധി ആയുധ വിദ്യകൾ നേടിയെടുത്തു. അസുരവംശത്തിൻ്റെ പ്രതാപ കഥകളും പരാജയ കഥകളും ശുക്രാചാര്യർ ദാരുകന് പറഞ്ഞു കൊടുത്തു. തൻ്റെ വംശത്തിൻ്റെ പരാജയ കഥകൾ കേട്ട ദാരുകന്റെ മനസ്സിൽ ദേവകളോട് കോപം ജ്വലിച്ചുയർന്നു. പുതിയൊരു അസുരവംശത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ശുക്രാചാര്യരുടെ അനുഗ്രഹത്തോടെ ദാരുകൻ മയാസുരന്റെ മകളായ മനോദരിയെ വിവാഹം ചെയ്തു. മനോദരി ദാരുകന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കുകയാണ്. പക്ഷെ ഇതുവരെയായിട്ടും അവനൊരു കുഞ്ഞ് ജനിക്കുന്നില്ല. അവൻ ആകെ അസ്വസ്ഥനായിരിക്കുന്നു. അവനൊന്നിലൊരു താല്പര്യമില്ല. അവൻ്റെ ആസുരഭാവമൊക്കെ കുറഞ്ഞു വരുന്നു. തൻ്റെ മകന് സംഭവിക്കുന്ന ഈ മാറ്റം ദാരുമതിയെ വല്ലാത്ത ദുഃഖത്തിലാണ്. ഇത് കണ്ടോ, ശുക്രാചാര്യരുടെ ഗുരുനാഥന്റെ മുമ്പിൽ കണ്ണീരോടെ എത്തിയിരിക്കുകയാണ് ദാരുമതി. ദാരുമതി ഗുരുനാഥനോട് പറയുന്നു, ഗുരുനാഥനല്ലേ പറഞ്ഞത് എൻ്റെ പുത്രനിൽ നിന്നും ലക്ഷക്കണക്കിന് അസുരന്മാർ ജനിച്ചു വരും. അങ്ങനെ ഈ അസുരവംശത്തിന്റെ പ്രതാപം ഈ പ്രപഞ്ചമാകെ നിറയുമെന്നൊക്കെ. പക്ഷേ ഗുരുനാഥ, അവന്റെ വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇതുവരെയായിട്ടും അവൻ ഒരു കുഞ്ഞു പോലും ജനിക്കുന്നില്ലല്ലോ. ഇനിയും എന്താ ചെയ്യേണ്ടത് ഗുരുനാഥ? എന്തു ചെയ്യേണ്ടു ഞാൻ ഗുരുവരനെ എൻ മരത്തന്റെ ദുഃഖം കാണുന്നില്ലേ? എന്തു ചെയ്യേണ്ടു ഞാൻ ഗുരുവരനെ എൻ മരത്തന്റെ ദുഃഖം കാണുന്നില്ലേ? മുൻപെന്നു ചൊന്ന പോലെ ഇവനിവിടെ സുരകുലം മുൻപെന്നു ചൊന്ന പോലെ ഇവനിവിടെ സുരകുലം എന്തേ പിറക്കുവാൻ വൈകിടുന്നു? മുൻപെന്നു ചൊന്ന പോലെ ഇവനിവിടെ
എന്തേ പിറക്കുവാൻ വൈകിടുന്നു എന്തു ചെയ്യുന്നു ഞാൻ എൻ ഗുരുവരനെ എൻ മകൻ തന്റെ ദുഃഖം താഴ്മയില്ലേ. ദാരിപതിയുടെ ഈ ചോദ്യം കേട്ടതും ശുക്രാചാര്യൻ ഒന്ന് ചിരിച്ചു. ദാരിപതി, ഓരോന്നിനും ഓരോ സമയമുണ്ട്. പുതിയ അസുരവംശത്തിന്റെ സൃഷ്ടിക്ക് മുഹൂർത്തം അടുത്തു വരുന്നതേ ഉള്ളൂ. ഏതായാലും പുത്രലബ്ധിക്ക് വേണ്ടി നീ ദാരികനോട് നേരെ കൈലാസത്തിൽ ചെന്ന് അവന്റെ ഇഷ്ടദേവനായ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കാൻ പറയുക. എല്ലാം ശുഭമായി കലാശിക്കും. ഗുരുനാഥൻ പറഞ്ഞ ഈ കാര്യം ദാരിപതി നേരെ ചെന്ന് തൻ്റെ മകനോട് ദാരികനോട് പറഞ്ഞു. ഇത് കേട്ട് ദാരികന് സന്തോഷമായി. തൻ്റെ അമ്മയുടെയും ഗുരുനാഥൻ്റെയും ആഗ്രഹപ്രകാരം തൻ്റെ ആരാധ്യദേവനായ, തൻ്റെ ജന്മത്തിന് തന്നെ കാരണക്കാരനായ, എപ്പോഴും താൻ മനസ്സിൽ വെച്ച് ആരാധിക്കുന്ന, എപ്പോഴും പ്രാർത്ഥിക്കുന്ന മഹാദേവനെ കാണാൻ കൈലാസത്തിലേക്ക് പോകാൻ ദാരികൻ തീരുമാനിച്ചു. കണ്ടോ, ദാരികൻ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ആ പോക്ക് കണ്ടോ. വീരൻ ദാരുകൻ കൈലാസ സന്നിധി തേടി, ദാനവീരൻ ദാരുകൻ കൈലാസ സന്നിധി തേടി. യാത്രയായി ഭഗവാന്റെ അനുഗ്രഹ പുണ്യം നേടാൻ, യാത്രയായി ഭഗവാന്റെ അനുഗ്രഹ പുണ്യം നേടാൻ. അരയിൽ ഒരു കരിങ്കച്ച വലിച്ചു മുറുക്കി കെട്ടി അതിന്റെ ഉള്ളിൽ 7 ചെമ്പാണികളും ഒരു പൊന്നിൻ സൂചിയും തിരികെ വെച്ച് വെളുത്ത ഹിമശൈലങ്ങൾക്കിടയിലൂടെ കറുത്തവനായ ദാരുവൻ അങ്ങനെ പോകുന്നത് കണ്ടാൽ വെൺമേഘങ്ങൾക്കിടയിലൂടെ ഒരു കരിമേഘം തെന്നി നീങ്ങി പോകുന്നത് പോലെ തോന്നും. ഗർവാണയുള്ള ദാരുകന്റെ ഈ വരവ് കൈലാസത്തിൽ ഇരുന്നു കൊണ്ട് മഹാദേവനും പാർവതി ദേവിയും കാണുന്നുണ്ടായിരുന്നു. ദാരുകന്റെ ഈ വരവ് കണ്ടപ്പോൾ തന്നെ പാർവതി ദേവിക്ക് വല്ലാത്ത ഭയമായി. ദേവിയുടെ ഈ പാരവശ്യമൊക്കെ കണ്ട് രസിച്ചിരിക്കുകയാണ് മഹാദേവൻ. മഹാദേവ, അവിടുന്ന് കാണുന്നില്ലേ ഈ ദാരുകന്റെ ഗർവം? ഭഗവാനെ പ്രാർത്ഥിക്കാനല്ല, യുദ്ധത്തിന് ക്ഷണിക്കാൻ വരുമ്പോഴെയാണ് ഈ അഹങ്കാരിയുടെ വരവ്. ദേവി, എന്തിനാണ് ഈ ഭയം? നമ്മെ ഭജിക്കാൻ തന്നെയാണ് ദാരുകാസുരൻ വരുന്നത്. നമ്മെ പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് വരം നൽകാൻ നാം ബാധ്യസ്ഥനുമാണ്. പക്ഷെ മഹാദേവ, പുതിയ ഒരു അസുര തലമുറയാണ് ഈ അഹങ്കാരിയുടെ ലക്ഷ്യം. പ്രപഞ്ച നാശമാകും ഭഗവാനെ ഇതിന്റെ അനന്തരഫലം. ഇല്ല ദേവി, ഒരിക്കലുമില്ല. സംഹാരം നമ്മുടെ കർത്തവ്യമാണ്. ഒരു പുൽക്കൊടി നശിക്കുന്നത് പോലും നമ്മുടെ അറിവോടെ മാത്രം. അപ്പോൾ പ്രപഞ്ചനാശത്തെക്കുറിച്ച് ദേവിക്ക് ആശങ്ക വേണ്ട. വരം നേടുക എന്നത് ഈ ദാരുകന്റെ ജന്മവിധിയാണ്. പക്ഷെ മഹാദേവ, വരം നേടാൻ ഭഗവാനെ തപസ് ചെയ്യാതെ ഇങ്ങനെ കൈലാസത്തിലേക്ക് നേരിട്ട് വരികയാണോ വേണ്ടത്? ദേവി, ദാരുകൻ നമ്മെ തീർച്ചയായും തപസ് ചെയ്യും. ദേവി കണ്ടോളൂ, ചെറിയ ഒരു പരീക്ഷണത്തിന് നാം മുതിരുകയാണ്. മഹാദേവൻ എഴുന്നേറ്റു. പാർവതി ദേവിക്ക് കാര്യമൊന്നും പിടികിട്ടുന്നില്ല. ഭഗവാൻ അതാ മുന്നോട്ട് കിടക്കുകയാണ്. ഭഗവാൻ അപൂർവമായി മാത്രം നിദ്രയ്ക്ക് ഉപയോഗിക്കുന്ന പൊന്നാലും തൂക്കുമഞ്ചത്തിന്റെ അരികിലെത്തി. ഈ പ്രപഞ്ചം തന്നെ കീഴ്മേൽ മറിഞ്ഞാലും നേരിയ ചലനം പോലും തട്ടാത്ത അപൂർവത്തിൽ അപൂർവമായ മഞ്ചം. ഭഗവാൻ പരമശിവൻ പാർവതി ദേവിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് ആ
തൂക്കുമഞ്ചത്തിൽ കയറി സുഖനിദ്ര പ്രാപിച്ചു. കുണ്ടോദരനും നന്ദികേശനും ആ തൂക്കുമഞ്ചത്തിന്റെ ഇരുവശത്തിലായി മഹാദേവന് കാവലും നിന്നു. പൊന്നാരും ശ്രീ പരമേശ്വരം നിദ്രയായി. പൊന്നാരും ശ്രീ പരമേശ്വരം നിദ്രയായി. കുണ്ടോദരനും നന്ദികേശ്വരനും കുണ്ടോദരനും നന്ദികേശ്വരനും ദേവനു കാവലായി നിന്നു. ദേവനു കാവലായി നിന്നു. ദേവനു കാവലായി നിന്നു. പൊന്നാരും മഞ്ചമേലേറി ശ്രീ പരമേശ്വരം നിദ്രയായി. ശ്രീ പരമേശ്വരം നിദ്രയായി. മഹാദേവൻ ഉറങ്ങിയത് കണ്ടപ്പോ സത്യത്തിൽ പാർവതി ദേവിക്ക് സമാധാനമായി. കാരണം ഇനി ഭഗവാൻ ഉണരണമെങ്കിൽ അനേകം നാളുകൾ കഴിയും. ഈ വരം വാങ്ങാൻ അത്രയും നാൾ കൈലാസത്തിൽ കാത്തു നിൽക്കാതെ ഈ ദാരുകൻ വന്ന വഴിക്ക് വേഗം മടങ്ങിക്കൊള്ളു. ഇത് ചിന്തിച്ച് പാർവതി ദേവിയുടെ മനസ്സ് ഉണർന്നു. പാർവതി ദേവി തൻ മനം കുളിർന്നു. ദാരികൻ വന്ന വഴി മടങ്ങുമല്ലോ. പാർവതി ദേവി തൻ മനം കുളിർന്നു. ദാരികൻ വന്ന വഴി മടങ്ങുമല്ലോ. പരവലം നേടുവാൻ ഉലകം ഹരിക്കുവാൻ കഴിയാതെ കാത്തുനിന്നു മടങ്ങുമല്ലോ. പരവലം നേടുവാൻ ഉലകം ഹരിക്കുവാൻ കഴിയാതെ കാത്തുനിന്നു മടങ്ങുമല്ലോ. പൊന്നാരും തൂക്കുമഞ്ചമേലേറി ശ്രീ പരമേശ്വരം നിദ്രയായി. ശ്രീ പരമേശ്വരം നിദ്രയായി. ശ്രീ പരമേശ്വരം നിദ്രയായി. ദാരുകൻ കൈലാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഭഗവാന്റെ ഭദ്രപീഠത്തിലേക്ക് ചവിട്ടി കയറാനുള്ള വെള്ളിക്കൽപ്പടയുടെയും പൊന്നിൻ കൽപ്പടയുടെയും മുമ്പിലുള്ള ചെന്താമര പൊയ്കയിൽ മുങ്ങിക്കുളിച്ച് ഈറനോടെ ഈ പടികളെല്ലാം ചവിട്ടി അവൻ ഭഗവാന്റെ ഭദ്രപീഠത്തിന് മുമ്പിലെത്തി. ദാരുകൻ നോക്കി. ആ ഭദ്രപീഠത്തിൽ പാർവതി ദേവി മാത്രമേ ഉള്ളൂ. മഹാദേവനെ കാണുന്നില്ല. അവൻ നാലുപാട് നോക്കി. ദേവി! മഹാദേവൻ എവിടെയാണ് ദേവി? ദേവി, നമുക്ക് പുത്രലബ്ധിക്കുള്ള വരം വേണം. പറയൂ ദേവി, മഹാദേവൻ എവിടെയാണ്? മഹാദേവൻ നിദ്രയിലാണ്. അധിക നാൾ കഴിഞ്ഞേ ഭഗവാൻ നിദ്ര വിട്ടെഴുന്നേൽക്കും. ഇപ്പോൾ നീ അസുരലോകത്തേക്ക് മടങ്ങിപ്പോകും. ഇല്ല ദേവി, ഇല്ല. നമ്മുടെ മഹാദേവനെ കാണാതെ ഈ ദാരുവൻ അസുരലോകത്തേക്ക് പോവില്ല. അമ്മയുടെ അനുഗ്രഹത്തോടെ അരയിൽ കരിങ്കച്ചയും ചുറ്റി ചെമ്പാണിയും പൊന്നിൻ സൂചിയും തിരികെ വെച്ച് കാടും മലയും മഞ്ഞും ചവിട്ടിക്കയറി കൈലാസത്തിലെത്തിയ ദാരുവൻ ഭഗവാനെ കാണാതെ മടങ്ങില്ല ദേവി, മടങ്ങിപ്പോവില്ല. ദാരുവിന്റെ ഈ ഭാവമാറ്റമൊക്കെ കണ്ട് ഭയന്ന് നിൽക്കുകയാണ് ഭൂതഗണങ്ങൾ. ദാരുകൻ മുന്നോട്ട് കടന്നു. അവിടെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു കൂവളമരത്തിന്റെ ചുവട്ടിലെത്തി അവൻ നിന്നു. എന്നിട്ട് ഒരു കാൽ നിലത്തൂന്നി മറ്റേ കാൽ ഊന്നിയ കാലിന്റെ മുട്ടിൽ ചവിട്ടി വെച്ച് ഇരു കൈകളും ശിരസിന് മുകളിൽ തൊഴുതു പിടിച്ചുകൊണ്ട് മഹാദേവൻ പാർവതി ദേവിയോട് പറഞ്ഞതുപോലെ ദാരുകൻ മഹാദേവനെ തപസ് ചെയ്യാൻ ആരംഭിച്ചു. തപം തുടങ്ങി, തപം തുടങ്ങി, തപം തുടങ്ങി, തപം തുടങ്ങി. താരികനാനും ദാനവവീരൻ തപം തുടങ്ങി, തപം തുടങ്ങി. ഒറ്റക്കാലിൽ നിന്നു നടേശനെ വാട്ടി അസുരൻ ദാരുകൻ. ഒറ്റ
മാറ്റി അസുരൻ വിഷമോഹങ്ങൾ ജനിക്കും മനസ്സിൽ ഇടർന്നു ശിവരൂപം വിഷമോഹങ്ങൾ ജനിക്കും മനസ്സിൽ ഇടർന്നു ശിവരൂപം ഇടർന്നു ശിവരൂപം. പക്ഷേ ദാരുവൻ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ എത്ര വിട്ട് എഴുന്നേറ്റില്ല. നിത്യനിരാമയനായ മഹേശൻ മുന്നിൽ വന്നില്ല, താരിക മുന്നിൽ വന്നില്ല. ഇഷ്ടവരങ്ങൾ നൽകിയിടുകതി ചന്ദ്രകലാധര ഇഷ്ടവരങ്ങൾ നൽകിയിടുകതി ചന്ദ്രകലാധര. മഹേശ്വര മഹേശ്വര മൃത്യുഞ്ജയ മൃത്യുഞ്ജയ മഹേശ്വര മഹേശ്വര മൃത്യുഞ്ജയ മൃത്യുഞ്ജയ. ദാരുവന്റെ തപസ് ആരംഭിച്ചിട്ട് 7 ദിവസം കഴിഞ്ഞുപോയി. ഭഗവാൻ ഉണർന്നില്ല. ദാരുവൻ കരിങ്കച്ചയ്ക്കുള്ളിൽ തിരികെ വെച്ചിരുന്ന 7 ചെമ്പാണി പുറത്തെടുത്തു. അതിന്റെ കൂർത്ത മുന മുകളിൽ വരത്തക്ക വിധം അവൻ നിലത്ത് വെച്ചു. എന്നിട്ട് ആ ആണിക്ക് മുകളിൽ 2 കാലുകളും അമർത്തി അവൻ കയറുന്നു. അവന്റെ കാല് പൊട്ടി ചോര കുടിക്കുന്നു. ചിന്തുന്ന ചോരയോടെ നൊന്ത് വിളിച്ചുകൊണ്ട് ആസുരഭാവത്തിൽ അവൻ മഹാദേവനെ തപസ് ചെയ്യുന്നു. ചെമ്പാണിയേഴു നിലത്തു നിർത്തി പാദങ്ങളാണികളിലൂട്ടി ചെമ്പാണിയേഴു നിലത്തു നിർത്തി പാദങ്ങളാണികളിലൂട്ടി ചിന്തിലും ചോരയാകുന്നു വിളിച്ചു ശംഭോ മഹാദേവനെ പ്രത്യക്ഷനാകൂ. ചിന്തിലും ചോരയാകുന്നു വിളിച്ചു ശംഭോ മഹാദേവനെ മഹാദേവനെ. തന്നോ തുറന്നില്ല ദാരികൻ തന്നുടൻ മുന്നിലണഞ്ഞില്ല ദേവൻ തന്നോ തുറന്നില്ല ദാരികൻ തന്നുടൻ മുന്നിലണഞ്ഞില്ല ദേവൻ മുന്നിലണഞ്ഞില്ല ദേവൻ. 7 ദിവസം പിന്നെയും കഴിഞ്ഞുപോയി. ഭഗവാൻ പ്രത്യക്ഷനായില്ല. അവൻ പൊന്നൻ സൂചി നിലത്തൂന്നി. ആ സൂചിക്ക് മുകളിൽ കയറുമെന്ന് ആത്മപീഠയോടെ തന്റെ തപസ് അവൻ തുടരുന്നു. അരയിലെപ്പോൾ സൂര്യ ധരണിയിലുരുട്ടി അതിനുമേൽ പാലമർത്തി അരയിലെപ്പോൾ സൂര്യ ധരണിയിലുരുട്ടി അതിനുമേൽ പാലമർത്തി. പ്രത്യക്ഷനായില്ല തമ്പുരാനത്രയും ഹൃദയനാകുന്നതെന്തേ പ്രത്യക്ഷനായില്ല തമ്പുരാനത്രയും ഹൃദയനാകുന്നതെന്തേ ഹൃദയനാകുന്നതെന്തേ. 21 ദിവസം കഴിഞ്ഞു പോയിരിക്കുന്നു അവന്റെ തപസ് ആരംഭിച്ചിട്ട്. ഭഗവാൻ പ്രത്യക്ഷനായില്ല. ദാരുവന്റെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. മഹാദേവ, അവിടുന്ന് ഈ ഭക്തനെ പരീക്ഷിക്കുന്നു. പക്ഷേ ഭഗവാനെ, അങ്ങയുടെ ഘോര നിദ്രയ്ക്ക് ഭംഗം വരുന്ന ഉഗ്ര തപസ് ആരംഭിക്കുന്നു ഈ ദാരുവൻ. ദാരുവൻ നേരെ ആ കൂവളമരത്തിലേക്ക് വലിഞ്ഞു കയറി. അരയിൽ ചുറ്റിയിരുന്ന കരിങ്കച്ച അടിച്ച് ആ കൂവളമരത്തിന്റെ ഉയർന്ന ശാഖയിൽ അവൻ മുറുകിക്കെട്ടി. ആ കച്ചയുടെ മറുതല അവൻ തന്റെ വലതുകാലിലെ പാദത്തിൽ ബന്ധിച്ചു. എന്നിട്ട് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മരത്തു നിന്നും പിടിവിട്ടവൻ താഴേക്ക് ചാടി. ആ കരിങ്കച്ചയിൽ തല കീഴായി ദാരുവൻ തൂങ്ങിയാടുന്നു. അതേ കിടപ്പിൽ കിടന്നുകൊണ്ട് അവൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു. കൂവളശാലയിലേറി കെട്ടി കൂവളശാലയിലേറി കെട്ടി തലകീഴായി കൈകൾ കൂപ്പി വീണ്ടും തപം തുടങ്ങി തലകീഴായി കൈകൾ കൂപ്പി വീണ്ടും തപം തുടങ്ങി തപം തുടർന്നു തപം തുടർന്നു. താരികനാകും താരവീരൻ തപം തുടർന്നു തപം തുടർന്നു തപം അവന്റെ വിചിത്രമായ ഈ തപസ് ആരംഭിച്ച് 3 ദിവസം കഴിയുമ്പോ ഇവന്റെ ചലനത്തിനനുസരിച്ച് കൈലാസമാകെ ചലിച്ചു തുടങ്ങി. ആ ചലനം കൂടിക്കൂടി വരുന്നു. ചെറിയ ചെറിയ പർവ്വത ശൃംഗങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നു. ഭൂതഗണങ്ങളൊക്കെ ഇത് കണ്ട് ഭയന്നുപോയി. എല്ലാവരും ഓടി മഹാദേവന്റെ നെഞ്ചിലെത്തി. മഹാദേവ, അവിടുന്ന് കാണുന്നില്ല ഈ അനർത്ഥങ്ങൾ. ഭഗവാനെ, അവിടുന്ന് നിദ്ര വിട്ട് എഴുന്നേൽക്കണം. മഹാദേവ. മഹാദേവൻ മെല്ലെ മിഴികൾ തുറന്നു. പൊന്നാന തൊക്കുവെച്ചു നിന്ന് ഭഗവാൻ എഴുന്നേറ്റു. ദേവി, നാം പറഞ്ഞില്ലേ, ദാരുവന്റെ തപശക്തിയാണ് ഈ അനർത്ഥങ്ങൾക്കെല്ലാം കാരണം. ദാരുവന്
വരം നൽകിയേ തീരും. ദേവി സമാധാനമായിരിക്കുക. ഭഗവാൻ പരമശിവൻ ദാരികന്റെ മുമ്പിൽ പ്രത്യക്ഷനായി. മഹാദേവനെ കണ്ടതും ദാരികൻ കരിങ്കച്ച കഴിച്ച് ദൂരം കളഞ്ഞ് ഭഗവാന്റെ മുമ്പിലെത്തി കൈകൂപ്പി കുമ്പിട്ട് നിന്നു. ഭക്ത, ചോദിച്ചോളൂ, എന്തു വരമാണ് നാം നിനക്ക് നൽകേണ്ടത്? മഹാദേവ, മൃത്യുഞ്ജയനാണ് മഹാദേവൻ. അവിടുന്ന് ഈ ഭക്തന് ഒരിക്കലും മൃത്യു സംഭവിക്കാതിരിക്കാനുള്ള വരം നൽകണം. ദാരുക, ഇത് അസാധ്യമാണ്. ജനിച്ചാൽ മരണം നിശ്ചയമാണ്. മനുഷ്യർക്കും രാക്ഷസന്മാർക്കും അസുരന്മാർക്കും ഈ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. അതുകൊണ്ട് അമരത്വം ഒഴികെ മറ്റെന്തു വരവും നിനക്ക് നമ്മോട് ആവശ്യപ്പെടും. മഹാദേവ, അങ്ങനെയാണെങ്കിൽ പുരുഷജാതിയിൽപ്പെട്ട ഒരാളും എന്നെ വധിക്കരുത്. ആകാശത്ത് വച്ചോ ഭൂമിയിൽ വച്ചോ അങ്ങയുടെ ഈ ഭക്തൻ കൊല്ലപ്പെടരുത്. എന്നെ വധിക്കാൻ ആരെങ്കിലും ആയുധം കൊണ്ട് ഈ ശരീരത്തിൽ മുറിവേൽപ്പിച്ച് എന്റെ ഒരു തുള്ളി ചോര നിലത്തു വീണാൽ എന്നെ മുറിവേൽപ്പിക്കുന്നത് ആരായാലും ആ ക്ഷണം മരിക്കണം. എന്റെ ഇഷ്ടത്തോടെ ഏതു വിധത്തിലും ഒരു തുള്ളി ചോര ഭൂമിയിൽ എത്തിച്ചാൽ അതിൽ നിന്നും ആയിരക്കണക്കിന് എന്നെ പോലെയുള്ള ആയിരക്കണക്കിന് അസുരന്മാർ ജനിച്ചു വരണം. മഹാദേവ, അങ്ങയുടെ ശപിക്കാനുള്ള ശക്തി ഉൾപ്പെടെ ദിവ്യായുധങ്ങളെല്ലാം ഈ ഭക്തൻ ധ്യാനിക്കുന്ന പക്ഷം എനിക്ക് സ്വായത്തമാകണം. അങ്ങനെ അസുരന്മാരുടെ പ്രതാപം ഈ പ്രപഞ്ചമാകെ നിറയണം. നീ ആവശ്യപ്പെട്ട വരങ്ങൾ നാം നിനക്ക് നൽകാം. പക്ഷേ ദാരുക, ഒരു പുരുഷന്റെ കൈകൊണ്ട് മരിക്കരുത് എന്നാഗ്രഹിച്ച നീ എന്തേ ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മരിക്കാതിരിക്കാൻ നമ്മോട് വരം ആവശ്യപ്പെടാത്തത്? എന്തൊരു ചോദ്യമാണ് ഭഗവാനെ ഇത്! ഇത്രയും വരബലം നേടുന്ന ഈ ദാരുകനെ വെറും ഒരു സ്ത്രീ വധിക്കാനോ? വേണ്ട മഹാദേവ, വേണ്ട. അങ്ങ് ആ വരം നൽകിയാലും ഈ ഭക്തന് അതാവശ്യമില്ല. ശരി ദാരുക, എല്ലാം നിന്റെ ഇച്ഛ പോലെ നടക്കും. ദാരുകനെ അനുഗ്രഹിച്ച് മഹാദേവൻ അപ്രത്യക്ഷനായി. ദാരുകൻ ഭഗവാന്റെ ഹോമമന്ദിരത്തിലേക്ക് പ്രവേശിക്കുക. അവിടെ എത്തിയ ദാരുകൻ അവിടെ ഇരുന്നൊരു നിലവിളക്ക് തന്റെ വലം കൈകൊണ്ട് വലിച്ചെടുത്തു. അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് തന്റെ ഇടത് കൈയിലെ ചൂണ്ടുവിരൽ ആ ഹോമകുണ്ടത്തിലെ ശിലയിൽ ചേർത്ത് വച്ചു. ആ വിളക്ക് കൊണ്ട് അവൻ തന്റെ കൈകളിൽ ആഞ്ഞടിച്ചു. അവന്റെ കൈ പൊട്ടി ചോരയൊലിക്കുന്നു. ക്രൂരമായ ഒരു ചിരിയോടെ ഓരോ തുള്ളി ചോരയായി അവൻ ഭൂമിയിൽ എത്തിച്ചു. ഓരോ തുള്ളി ചോരയിൽ നിന്ന് ആയിരക്കണക്കിന് അസുരന്മാർ അതാ ഇങ്ങനെ ജനിച്ചു വരുന്നു. ഓരോ തുള്ളി ഓരോ തുള്ളി നിലത്തിൽ നിന്നും ഒരായിരം അസുരേണം. കഴുകന്മാരെ പോലെ പിറന്നു വന്നവ ശവങ്ങ തേടും കഴുകന്മാരെ പോലെ. അസുരന്മാർ ദാരുകനെ കൊണ്ടുവരുന്നു. പോകൂ, അസുരലോകത്തേക്ക് പോകൂ. അവിടെ നമ്മുടെ മാതുലൻ മയാസുരൻ നിങ്ങൾക്കായി ഒരു പുത്രൻ സാമ്രാജ്യം ഒരുക്കിയിട്ടുണ്ട്. ചെല്ലൂ. ദാരിക കൽപ്പന കേട്ടവർ പറഞ്ഞു അസുരന്മാരുടെ ഭൂമി. ദാരിക കൽപ്പന കേട്ടവർ പറഞ്ഞു അസുരന്മാരുടെ ഭൂമി. കൈലാസമാകെ വിറച്ചു, കൈലാസമാകെ വിറച്ചു. ദേവഗണങ്ങൾ പാടെ ഭയന്നു. കൈലാസമാകെ വിറച്ചു. ദേവഗണങ്ങൾ പാടെ ഭയന്നു. ആ തട്ട് നശിച്ചുകൊണ്ട് അസുരൻ
അവനവന്റെ ഹോമമന്ദിരത്തിന് പുറത്തിറങ്ങാൻ ഭാവിച്ച ദാരുകൻ എന്തോ ചിന്തിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. മഹാദേവൻ ആവശ്യപ്പെട്ട എല്ലാ വരങ്ങളും തന്നു. ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മരിക്കാതിരിക്കാൻ വരം വേണ്ടേ എന്ന് ഭഗവാൻ ചോദിക്കുകയും ചെയ്തു. ഒരു പക്ഷേ ഈ മഹാദേവൻ അസുരവംശം വരബലത്താൽ നേടുന്ന പ്രതാപം കാണുന്ന ദേവകൾക്ക് വേണ്ടി നൽകിയ വരമെല്ലാം തിരിച്ചെടുത്താൽ, അല്ലെങ്കിൽ എന്നെ വധിക്കാൻ മഹാദേവൻ തന്നെ ഒരു സ്ത്രീയെ സൃഷ്ടിച്ചാൽ പാടില്ല. എന്റെ പൂർവികരായ അസുരന്മാർക്ക് സംഭവിച്ച അബദ്ധം ഈ ദാരുകന് സംഭവിക്കാൻ പാടില്ല. എന്താണ് വഴി? എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വരം നേടി അവന്റെ മനസ്സിൽ അഹങ്കാരം മെല്ലെ മുളപൊട്ടുന്നു. ജനിച്ച നിമിഷം മുതൽ ദാരുകളിൽ ഉണ്ടായിരുന്ന ശിവഭക്തി മെല്ലെ മെല്ലെ കുറഞ്ഞു വരുന്നു. നിമിഷങ്ങളൊന്നുമായി കഴിഞ്ഞുപോയി. വരലെത്തിയാലുള്ള അഹങ്കാരവും ആസുരഭാവവും അവന്റെ ഓരോ ഞരമ്പുകളിലും നുരഞ്ഞു പതയുന്നു. ശിവഭക്തി അവന്റെ മനസ്സിൽ നിന്നും പരിപൂർണമായും ഒഴിഞ്ഞുപോയി. ശിവഭക്തി നശിച്ച ദാരുകൻ, അഹങ്കാരിയായി തീർന്ന ദാരുകൻ മഹാദേവന്റെ ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിച്ചു. അവൻ ആ ഹോമകുണ്ഡത്തിന് മുമ്പിൽ ഇരുന്നു. തന്റെ ഇരുകൈകളിലെയും കൂർത്ത നഖങ്ങൾ അവൻ തന്റെ ഇടത്തെ തുടയിലേക്ക് ആഴ്ത്തി കിടക്കി. തന്റെ തുടയിൽ നിന്നും മാംസം വലിച്ചു പറിച്ചെടുത്ത് ആ ഹോമാഗ്നിയിലേക്ക് സമർപ്പിച്ചു. അവന്റെ മാംസം കരിഞ്ഞ് കറുത്ത പുകയുന്നു. മഹാദേവ, അവിടുന്ന് എനിക്ക് നൽകിയ വരം ഒരിക്കലും നശിക്കാതിരിക്കാൻ ഇനി അങ്ങ് വിചാരിച്ചാൽ പോലും ആ വരം തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ അങ്ങ് വരമായി നൽകിയ അങ്ങയുടെ ശപിക്കാനുള്ള ശക്തി ഉപയോഗിച്ച് ഈ ദാരുകൻ അങ്ങയെ ശപിക്കുന്നു. അങ്ങയ്ക്ക് വസൂരി ഉൾപ്പെടെ സകല വ്യാധികളും പിടിപെടട്ടെ. ഈ ദാരുകന്റെ അന്ത്യം വരെ പുറം ലോകം കാണാൻ കഴിയാതെ കൈലാസത്തിലെ ഏതെങ്കിലും ഒരു ഗുഹയിൽ യോഗാവസ്ഥയിൽ ശയിക്കാൻ വരട്ടെ. കൈലാസത്തിലെങ്ങും കറുത്ത മുഖ പ്രകൃതി പോലും നടക്കുന്നു. മഹാദേവന്റെ ശരീരം വിയർക്കുന്നു. ദേഹത്ത് വസൂരി കുരുങ്ങൾ മുളച്ചു പോകുന്നു. ഭഗവാൻ ഭദ്രപീഠത്തിൽ നിന്നും താഴേക്കിറങ്ങും. ഇടത് കൈ ഉയർത്തി മഹാദേവൻ തന്റെ തിരുജട അഴിച്ചിട്ടു. ഗംഗയെ മൂലസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. കഴുത്തിൽ നിന്ന് മണിനാഗത്തെ സ്വതന്ത്രമാക്കി. രുദ്രാക്ഷമാല്യങ്ങളൊക്കെ ഒന്നൊന്നായി ഭഗവാൻ വലിച്ചൂരി നിലത്തിടുന്നു. കൈലാസനാഥൻ പാർവതിനാഥൻ വ്യാധിയമില്ലേ നടന്നു. കൈലാസനാഥൻ പാർവതിനാഥൻ വ്യാധിയമില്ലേ നടന്നു. ഇടക്കരത്താലേ തിരുതലയച്ചു മണിനാഗഭൂഷണം മാറ്റി. ഇടക്കരത്താലേ തിരുതലയച്ചു മണിനാഗഭൂഷണം മാറ്റി. രുദ്രാക്ഷമാലിം കൈതരും. വേച്ചു വീഴാൻ തുടങ്ങുന്ന മഹാദേവനെ ഒന്ന് താങ്ങാൻ ചണ്ഡനും കുണ്ടോദരനും രുരുവും നന്ദികേശനും മറ്റ് ഭൂതഗണങ്ങളും ഒക്കെ ഓടി അടുത്തെത്തി. പക്ഷേ അവരെ തന്റെ അരികിലേക്ക് വരാൻ പോലും മഹാദേവൻ അനുവദിച്ചില്ല. ഭഗവാൻ മുന്നോട്ട് കിടക്കാൻ കൈലാസത്തിന്റെ ഒരു ഗുഹയ്ക്ക് മുമ്പിലെത്തി ഭഗവാൻ നിന്നു. തൃശൂലം ആ ഗുഹയ്ക്ക് മുമ്പിൽ ആഞ്ഞു കൊത്തി കമലു തൃശൂലത്തിൽ തൂക്കിയിട്ടു. ഇന്ദുവിന് ചന്ദ്രിക്കലയെ ആകാശത്തിലേക്ക് എറിഞ്ഞു. എല്ലാവരെയും ഒന്ന് നോക്കി അർത്ഥഗർഭമായൊന്ന് പുഞ്ചിരിച്ച് മെല്ലെ തിരിഞ്ഞ് മഹാദേവൻ അതാ ആ ഗുഹയ്ക്കുള്ളിലേക്ക് നടന്നു പോകുന്നു. അനുവദിക്കാതെ ദേവൻ ആരെയും അരികിൽ
അനുവദിക്കാതെ ദൈവം വ്യാധിയ ഗുഹയിൽ കടന്നു ഉപജപമോചയ താരികനേകിയ വ്യാധിയ ഗുഹയിൽ കടന്നു വ്യാധിയ ഗുഹയിൽ കടന്നു കൈലാസനാഥൻ പാർവതിനാഥൻ ഭൂവിൽ പടർന്നതായിരുന്നു കൈലാസനാഥൻ പാർവതിനാഥൻ ഭൂവിൽ പടർന്നതായിരുന്നു ഭൂവിൽ പടർന്നതായിരുന്നു ദേവദാനവ മാനവ നാഗ യക്ഷോ രക്ഷോ പ്രകൃതികൾ ഒരുപോലെ പൂജിച്ചാരാധിക്കുന്ന പരമ ഈശ്വരൻ പ്രപഞ്ചരക്ഷയ്ക്കായി കാളകൂടം എന്ന ഉഗ്ര വിഷം പോലും പാനം ചെയ്ത മൃത്യുഞ്ജയൻ താൻ നൽകിയ വരം തനിക്ക് തന്നെ ഒരു ശാപമായി ലഭിച്ചപ്പോൾ അതും സ്വീകരിക്കേണ്ടതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഗുഹയിൽ അതാ ശയിക്കുന്നു. കണ്ട അസുരലോകം, അസുരലോകത്ത് മയാസുരൻ നിർമ്മിച്ച മണിമന്ദിരത്തിൽ നവരത്നങ്ങളൊക്കെ പതിപ്പിച്ച സുവർണ സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അസുരവംശത്തിൻ്റെ പുതിയ ചക്രവർത്തി ദാരികാസുരൻ. അവൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മയാസുരൻ്റെ മകൾ മനോദരി. കുറച്ച് അകലെയായി ഒരു സിംഹാസനത്തിൽ ഈ കാഴ്ചകളൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നു അസുരഗുരു ശുക്രാചാര്യൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖം പ്രസന്നമല്ല. ദാരുകൻ അത് ശ്രദ്ധിച്ചു. എന്നിട്ട് എഴുന്നേറ്റ് ഗുരുനാഥന്റെ അടുത്തെത്തി. ഗുരുനാഥ, അങ്ങ് ആവശ്യപ്പെട്ടതുപോലെ അസുരവംശത്തിന്റെ സർവപ്രതാപവും നാം വീണ്ടെടുക്കും. പക്ഷെ അങ്ങ് സന്തുഷ്ടനല്ല. കൽപ്പിച്ചാലും ഇനിയും എന്താണ് വേണ്ടത് ഗുരുനാഥ? കൽപ്പിച്ചാലും. പുത്ര, നീ ചെയ്തതൊക്കെ നല്ലത്. നിന്റെ ചോരയിൽ നിന്നും ലക്ഷക്കണക്കിന് അസുരന്മാരെ സൃഷ്ടിച്ചു, നല്ലത്. പക്ഷേ പുത്ര, നീ അരുതാത്ത ഒരു കർമ്മം ചെയ്തു. എന്താണ് ഗുരുനാഥ? വ്യക്തമാക്കൂ. നിന്റെ അമ്മ മഹാദേവനെ കഠിനമായി തപസ് ചെയ്തത് നിമിത്തമാണ് നീ ജനിച്ചത്. മഹാദേവന്റെ കഥകൾ കേൾപ്പിച്ചാണ് ഞങ്ങൾ നിന്നെ വളർത്തിയത്. ഊണിലും ഉറക്കത്തിലും ശിവമന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് നീ വളർന്നത്. കൈലാസത്തിൽ ചെന്ന് മഹാദേവനെ കഠിനമായി തപസ് ചെയ്താണ് നീ വിശിഷ്ട വരങ്ങളെല്ലാം നേടിയത്. പക്ഷേ വരം നേടിക്കഴിഞ്ഞ നീ ശിവഭക്തി പാടെ ഉപേക്ഷിച്ച് മഹാദേവൻ നൽകിയ വരബലത്താൽ മഹാദേവനെ തന്നെ രോഗശയ്യയിലേക്ക് നയിച്ചു. ഇതിന്റെ അനന്തര ഫലം ഭീകരമായിരിക്കും. എന്തിനാണ് പുത്ര വിവേകശൂന്യനായി നീ ഇങ്ങനെ ഒരു നീച കർമ്മം ചെയ്തത്? ഗുരുനാഥ, അവിടുന്ന് പറയുന്നത് ശരി. പക്ഷേ ഗുരുനാഥ, ആ മഹാദേവൻ ദേവകൾക്ക് വേണ്ടി നൽകിയ വരമെല്ലാം തിരിച്ചെടുത്താലോ എന്ന് നാം ഭയന്നു. പുത്ര, ഇനിയാണ് നീ ഭയക്കേണ്ടത്. വൈദ്യനാഥനാണ് മഹാദേവൻ. മഹാദേവന് ഒരു രോഗവും ബാധിക്കില്ല, ഒരു ശാപവും ഏൽക്കുകയുമില്ല. പക്ഷേ നീ നൽകിയ ശാപം അത് ഭഗവാൻ സ്വയം സ്വീകരിച്ചുകൊണ്ട് കൈലാസത്തിലെ ആ ഗുഹയിൽ ശയിക്കുന്നതിന്റെ പിന്നിൽ ഗൂഢമായ എന്തോ ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് പുത്ര, നിന്നെയും നിന്നിൽ നിന്നും പിറവിയെടുത്ത അസുര വംശത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി നീ ഒരു കാര്യം എത്രയും വേഗം ചെയ്തേ തീരും. എന്താണ് ഗുരുനാഥ? അവിടുന്ന് കൽപ്പിച്ചാലും. പുത്ര,
നിനക്ക് മഹാദേവൻ നൽകിയ വരം അസുര മന്ത്രത്താൽ മണിമന്ത്ര വിദ്യ എന്ന മന്ത്രവിദ്യയാക്കണം. എന്നിട്ട് അത് നീ നിന്റെ ഭാര്യ മനോദരിക്ക് ചൊല്ലി കൈമാറണം. മനോദരി ഈ മന്ത്രവിദ്യ സ്വന്തം ഇഷ്ടത്തോടെ ഏതെങ്കിലും ദേവന്മാർക്ക് കൈമാറാത്തിടത്തോളം കാലം ദാരുക നിന്നെ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ല. അല്ലയോ ദാരിക വരബലം മുഴുവനും മണിമന്ത്രശക്തിയാകേണം. അല്ലയോ ദാരിക വരബലം മുഴുവനും മണിമന്ത്രശക്തിയാകേണം. രഹസ്യമത് നിൻ മനോദരി തന്നെ ഏകണം ആയുധകത്തിനായി. രഹസ്യമത് നിൻ മനോദരി തന്നെ ഏകണം ആയുധകത്തിനായി. ഏകണം ആയുധകത്തിനായി. നമുക്ക് സമാധാനമായി ഗുരുനാഥ, നമുക്ക് സമാധാനമായി. ഈ മഹാശക്തി രഹസ്യത്തെ മറ്റാർക്കും കൈമാറിടാത്ത കാലം വരെ നീ. ഈ മഹാശക്തി രഹസ്യത്തെ മറ്റാർക്കും കൈമാറിടാത്ത കാലം വരെ നീ. ചിരഞ്ജീവിയായിടും അസുരകുലസാധം, ചിരഞ്ജീവിയായിടും അമരപദം സ്വന്തമാക്കും. എന്നും ദേവകൾ നിന്ദാസരാകും. അമരപദം സ്വന്തമാക്കും. എന്നും ദേവകൾ നിന്ദാസരാകും. ദേവകൾ നിന്ദാസരാകും. ദാരുക, ഒരു കൊടിയ ശത്രുവുമായി നീ യുദ്ധം ചെയ്യേണ്ടി വന്ന് നീ പരാജയപ്പെടുന്നു എന്ന് നിനക്ക് തോന്നിയാൽ ഏതു വിധത്തിലും മനോദരിയിൽ നിന്ന് ഈ മന്ത്രം നീ ചൊല്ലി സ്വീകരിക്കണം. പുത്രി മനോദരി, എന്തു വന്നാലും നിന്റെ ഇഷ്ടത്തോടെ ഒരു ദേവകൾക്കും നീ ഈ മന്ത്രം ചൊല്ലി കൈമാറാൻ പാടില്ല. ഗുരുനാഥ, അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മുടെ ജീവരഹസ്യം നമ്മുടെ പ്രിയ പത്നി ഏത് ദേവന് കൈമാറാൻ? ഇതാ അങ്ങയുടെ അനുഗ്രഹത്തോടെ നമ്മുടെ വരം മണിമന്ത്രവിദ്യയാക്കി നാം മനോദരിക്ക് നൽകുന്നു. മനോദരിയെയും കൂട്ടി ദാരുകണത അന്തഃപുരത്തിലേക്ക് നടക്കുന്നു. കേട്ടോ, കൈലാസത്തിൽ ഭഗവാൻ പരമശിവൻ ആ ഗുഹയിൽ തന്നെ ശയിക്കുകയാണ്. പ്രപഞ്ചത്തിലെ ദേവതകൾ മുഴുവൻ ആ ഗുഹയ്ക്ക് പുറത്ത് സമ്മേളിച്ചിട്ടുണ്ട്. ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല. അഷ്ടദിക്പാലകന്മാരും സപ്തർഷികളും സപ്തമാതൃക്കളും ഒക്കെ. പെട്ടെന്ന് വിഷ്ണു ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി. പാർവതി ദേവിക്ക് പോലും പ്രവേശനം ലഭിക്കാത്ത ഗുഹയ്ക്കുള്ളിലേക്ക് അതാ വിഷ്ണു ഭഗവാൻ കയറിപ്പോകും. എല്ലാവരും അകത്തേക്ക് നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല. മഹാദേവനും വിഷ്ണുദേവനും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് അവ്യക്തമായി കേൾക്കാം. വിഷ്ണു ഭഗവാൻ അല്പം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. ഭഗവാൻ പാർവതി ദേവിയുടെ മുമ്പിലെത്തി. ദേവി, മഹാദേവൻ തൻ്റെ ക്ലേശവാസം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്നേക്ക് 7-ാം നാൾ മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്ന് ഒരു അഗ്നിനാളം ഈ ഗുഹയ്ക്ക് പുറത്തേക്ക് വരും. അത് ഉഗ്രസ്വരൂപിണിയായ ഒരു പുത്രിയായി പരിണമിക്കും. ദക്ഷപുരിയിൽ ദക്ഷന്റെ നൃപ്പമടക്കാൻ മഹാദേവന്റെ തിരുജടയിൽ നിന്ന് അവതരിച്ച അതേ ദേവി വീണ്ടും പുനർജനിക്കും. ആ ദേവി ദാരുകനെ നിഗ്രഹിക്കും. ആ ദേവിയാണ് ഭദ്രകാളി. ഭദ്രയുടെ പിറവിക്ക് വേണ്ടിയാണ് മഹാദേവൻ ക്ലേശവാസത്തിൽ കഴിയുന്നത്. ഇത് ഭഗവാന്റെ ഒരു ലീലയും ഒരു തപസ്സുമാണ്. വിഷ്ണു ഭഗവാൻ പറഞ്ഞത് കേട്ടപ്പോ ഭൂതഗണങ്ങൾക്കൊക്കെ സന്തോഷമായി. ഭദ്രകാളി ജനിക്കുന്ന ആ ദിവസം കാത്തിരിക്കുന്നു ഭൂതഗണങ്ങൾ. ആ ദിവസം വന്നെത്തി. മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നൊരു അഗ്നിനാളം ആ ഗുഹയ്ക്ക് പുറത്തേക്ക് വന്നു. അതൊരു അഗ്നി ഗോളമായി പരിണമിച്ചു. അത് ആ ഗുഹയ്ക്ക് ചുറ്റും 3 വട്ടം ബലം വെച്ചു. എന്നിട്ട് അഗ്നി ചിതറി മാറി. അതിന്റെ സ്ഥാനത്ത് ഉഗ്രസ്വരൂപിണിയായ ശ്രീ ഭദ്ര. ഭദ്രയുടെ രൂപവും ഭാവവും ഒക്കെ കണ്ട് ഭൂതഗണങ്ങൾ പാട്ടുപാടി ദേവിക്ക് ചുറ്റും ചുവട് വയ്ക്കുന്നു. കാളി ഭദ്രകാളി, കാളിമ പൂണ്ടദേവി, കാളി ഭദ്രകാളി, കാളിമ പൂണ്ടദേവി, ഉഗ്രസ്വരൂപിണിയായി സംഹാര രുദ്രയായി, ഉഗ്രസ്വരൂപിണിയായി സംഹാര
തൃക്കണ്ണിലെത്തിയമ്മ തുള്ളിയുറഞ്ഞാടിയെത്തിയമ്മ തൃക്കണ്ണിലെത്തിയമ്മ തുള്ളിയുറഞ്ഞാടിയെത്തിയമ്മ കാളി ഭദ്രകാളി കാളിമ പൂണ്ടദേവി കാളി ഭദ്രകാളി കാളിമ പൂണ്ടദേവി ഭദ്രേ മഹാകാളി ശത്രുനാശിനി മാരി ഭദ്രേ മഹാകാളി ശത്രുനാശിനി മാരി കാളി ഭദ്രകാളി കാളിമ പൂണ്ടദേവി കാളി ഭദ്രകാളി കാളിമ പൂണ്ടദേവി ഭദ്ര മഹാദേവന്റെ മുമ്പിലെത്തി. പിതാവെ കൽപ്പിച്ചാലും ഈ പുത്രി എന്താ ചെയ്യേണ്ടത്? പുത്രി, നീ ദാരികപുരിയിൽ പോകണം. ദാരികനെ നിഗ്രഹിക്കണം. ഒരു സ്ത്രീക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. അതിനാണ് നീ വീണ്ടും പിറവിയെടുത്തത്. നിനക്ക് വാഹനമായി കരിമ്പന ചുവട്ടിൽ ഒരു വേതാളവും പടയാളികളായി കൂളികളും കൂട്ടിനുണ്ട്. ചെല്ലും. ദാരികപുരിയിലെത്തി ദാരികന്റെ ശിരസ് കൊയ്ത് നീ കൈലാസത്തിലേക്ക് മടങ്ങി വരും. ശരി, നാം ഇതാ ദാരികപുരിയിലേക്ക് പോകുന്നു. പുത്രി, ഒരു നിമിഷം. ദാരുകന് നാം നൽകിയ വരം അവൻ മണിമന്ത്രവിദ്യയാക്കി നമ്മുടെ ഭക്തയായ മനോദരിക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് യുദ്ധത്തിൽ നീ പരാജയപ്പെടുന്നു എന്ന് നിനക്ക് തോന്നിയാൽ നമ്മെ ധ്യാനിച്ചുകൊണ്ട് കൈലാസദിക്കിലേക്ക് നോക്കണം. പിന്നീടെല്ലാം സംഭവിക്കേണ്ടതുപോലെ സംഭവിക്കും. ചെല്ലും. വേദാളത്തെ വാഹനമാക്കി കൂലികളെ പടയാളികളാക്കി ദാരികപുരിയിലേക്ക് ദാരികന്റെ ശിരസ് കൊയ്യാൻ ആർത്തട്ടഹസിച്ചുകൊണ്ട് ദേവി ദാരികപുരിയിലേക്ക് കുതിച്ചു. അംഗത്തിനായി പുറപ്പെടും നന്ദിക ലോകമാതാവ ഭദ്ര അംഗത്തിനായി പുറപ്പെടും നന്ദിക ലോകമാതാവ ഭദ്ര ദാരിക സുരഘോര വൈരിയനിക്കുവ അവതരിച്ചെത്തിയവരമ്മ ദാരിക സുരഘോര വൈരിയനിക്കുവ അവതരിച്ചെത്തിയവരമ്മ കാളിക പിങ്കാളിയമ്മ കമാലമാലിൻ സാധുമമ്മ കാളികരിങ്കാളിയമ്മ കമാലമാലിൻ സാധുമമ്മ കൈലാസനാഥന്റെ അഗ്നിനേത്രത്തിൽ നിന്നുൾഭൂതയായെത്തിയമ്മ കൈലാസനാഥന്റെ അഗ്നിനേത്രത്തിൽ നിന്നുൾഭൂതയായെത്തിയമ്മ സംഹാരരൂപിണിയമ്മ ഭദ്രയും കൂളികളും ദാരികപുരിയിലെ കോട്ടയ്ക്ക് മുമ്പിലെത്തി ദാരികനെ പോരിനെ വിളിച്ചു. ദാരികനും സൈന്യവും അതാ ഭദ്രയുടെ മുമ്പിലേക്ക് വരുന്നു. പോരിന്റെ യുദ്ധം ആരംഭിച്ചു. അതാ ഭദ്രകാളി അസുര സൈന്യങ്ങളെയൊക്കെ നശിപ്പിക്കുന്നു. ദാരുകൻ പരാജയപ്പെടുന്നു. ഉടൻ തന്നെ ദാരുകൻ മഹാദേവൻ വരമായി നൽകിയ ആയുധങ്ങൾ മനസ്സിൽ ധ്യാനിച്ചു. ശിവശക്തി ഉൾക്കൊള്ളുന്ന ആയുധങ്ങൾ ദാരുകന് സ്വായത്തമാകുന്നു. ആ ആയുധങ്ങൾ ദാരുകൻ ഒന്നൊന്നായി സ്ത്രീ ഭദ്രയ്ക്ക് നേരെ പ്രയോഗിക്കുന്നു. മഹാദേവന്റെ ശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ, ആ ആയുധത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഭദ്രയ്ക്ക് കഴിയുന്നില്ല. ഭദ്ര പരാജയപ്പെട്ട് പിന്നോട്ട് മാറുന്നു. ഭദ്രകാളി കൈലാസത്തിൽ ഈ ദാരുകന്റെ ശാപം മൂലം രോഗശൈലിയിൽ കിടക്കുന്ന മഹാദേവൻ സൃഷ്ടിച്ച ഭദ്രകാളി നമ്മെ പരാജയപ്പെടുത്താൻ നിനക്കാവില്ല. ഈ നിമിഷം നിന്നെ പിടിച്ചു കെട്ടി നമ്മുടെ അന്തഃപുരത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. ദാരുകന്റെ ഈ കൊടും വാക്കുകൾ കേട്ട് ചെവി പൊത്തി മഹാദേവൻ പറഞ്ഞതുപോലെ കൈലാസദിക്കിലേക്ക് നോക്കി ഭഗവാനെ ധ്യാനിച്ചു നിൽക്കുന്നു മഹാദേവന്റെ പുത്രി ഭദ്ര. തന്റെ പുത്രിക്ക് സംഭവിക്കുന്ന ഈ പരാജയം ഭഗവാൻ പരമശിവൻ അറിയുന്നു. ഭഗവാൻ വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചു. വിഷ്ണു ഭഗവാൻ ആ ഗുഹയിൽ പ്രത്യക്ഷനായി. വിഷ്ണുദേവ, അങ്ങയ്ക്കും അറിവുള്ളതാണ്. നമ്മുടെ പുത്രി ഭദ്ര ദാരികപുരിയിൽ ദാരികനുമായുള്ള യുദ്ധത്തിൽ
ഇപ്പോൾ പരാജയപ്പെടുകയാണ്. ഭദ്രതയും കാണുന്നില്ലേ വൈകുണ്ഠനാഥനേ നാരായണ ഭദ്രതയും കാണുന്നില്ലേ കാരികനസുരകളങ്ങളാലേ ഉലകങ്ങളെല്ലാം സ്വന്തമാക്കും കാരികനസുരകളങ്ങളാലേ ഉലകങ്ങളെല്ലാം സ്വന്തമാക്കും ഉലകങ്ങളെല്ലാം സ്വന്തമാക്കും വൈകുണ്ഠനാഥനേ നാരായണ ഭഗവതപദയം കാണുന്നില്ലേ. എല്ലാം നാം അറിയുന്നു മഹാദേവ. അത്രയും വിശിഷ്ടമായ വരങ്ങളല്ലേ ഭഗവാൻ അന്ന് ആ ദാരുകന് നൽകിയത്? അതേ വിഷ്ണുദേവ. പക്ഷെ എങ്ങനെയും ദാരുകൾ നിഗ്രഹിച്ചേ തീരും. വിഷ്ണുദേവൻ മനോദരിയുടെ കയ്യിൽ നിന്ന് ഏതു വിധത്തിലും മണിമന്ത്രവിദ്യ നേടിയെടുത്ത് ഭദ്രയ്ക്ക് നൽകണം. മഹാദേവൻ തന്റെ മിഴികൾ അടച്ചു. എന്നിട്ട് വലത് കൈ മുറുക്കി തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. 5 നിമിഷം കഴിഞ്ഞ് ഭഗവാൻ മിഴികൾ തുറന്നു. വലത് കരം വിഷ്ണുദേവന് നേരെ നീട്ടി. ആ കൈക്കൊള്ളിൽ 5 കുരുമുളക് മണികൾ. വിഷ്ണുദേവ, നമ്മുടെ സംഹാര ശക്തിയാണ് ഈ കുരുമുളക് മണി. മണിമന്ത്രവിദ്യ നൽകിക്കഴിഞ്ഞ് ഈ കുരുമുളക് മണികൾ അങ്ങ് ഭദ്രയ്ക്ക് നൽകണം. ഇതൊന്നൊന്നായി കടിച്ചു പൊട്ടിക്കുമ്പോൾ നമ്മുടെ പരിപൂർണ ശക്തി ഭദ്രയിൽ സന്നിവേശിക്കും. പിന്നെ ഭദ്രയെ പരാജയപ്പെടുത്താൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയും. ചെല്ലും, ഭദ്രയെ അനുഗ്രഹിച്ച് വിഷ്ണുദേവ അങ്ങ് ദാരിക നിഗ്രഹം സുസാധ്യമാക്കും. കുരുമുളക് മണികളും വാങ്ങി വിഷ്ണു ഭഗവാൻ യാത്രയായി. കണ്ടോ, ദാരികപുരിയുടെ അന്തഃപുരത്തിൽ അവിടെ ആ പൂജാമുറിയിൽ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ദാരുകന്റെ പത്നി മനോദരി. മഹാദേവനെ ശപിച്ച് ദാരുകൻ രോഗാവസ്ഥയിലാക്കിയെങ്കിലും മഹാദേവന്റെ ഉത്തമ ഭക്തനായ മയാസുരന്റെ മകളാണ് ഈ ദാരുകന്റെ മകൾ മനോദരി. മനോദരിക്ക് ഭഗവാനോട് ഇപ്പോഴും ഭക്തിയാണ്, ആരാധനയാണ്. തന്റെ ഭർത്താവ് മഹാദേവനെ ശപിച്ചു, രോഗാവസ്ഥയിലാക്കി. അതിനു മുമ്പ് വരം വാങ്ങിയ കൂട്ടത്തിൽ ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മരിക്കാതിരിക്കാൻ വരം വേണ്ടേ എന്ന് മഹാദേവൻ ചോദിച്ചപ്പോ ആ വരം വാങ്ങിയില്ല. ഇപ്പോൾ യുദ്ധത്തിനെത്തിയിരിക്കുന്നത്, തന്റെ ഭർത്താവുമായിട്ട് യുദ്ധം ചെയ്യുന്നത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് സംഹാരമൂർത്തിയായ മഹാദേവൻ. അതുകൊണ്ട് തന്നെ തന്റെ ഭർത്താവിന്റെ വിജയത്തിൽ മനോദരിക്ക് ആശങ്കയുണ്ട്. അതാണ് ഈ പ്രാർത്ഥന. പെട്ടെന്ന് ഒരു ഭടൻ അവിടേക്ക് ഓടി വന്നു. മഹാറാണി, മഹാറാണി! അവന്റെ വിളി കേട്ട് മനോദരി എഴുന്നേറ്റു. മഹാറാണി, നമ്മുടെ പടയ്ക്ക് നാശം നേരിടും. കേട്ട് മനോദരി ഒന്ന് ഞെട്ടിപ്പോയി. മഹാറാണി, ഉടൻ തന്നെ മണിമന്ത്ര വിദ്യ ചൊല്ലിത്തരണം എന്ന് ദാരുക ചക്രവർത്തി അറിയിച്ചിരിക്കുകയാണ്. മനോദരി ആലോചിച്ചു. തന്റെ ഭർത്താവ് യുദ്ധഭൂമിയിൽ പരാജയപ്പെടുന്നുവെങ്കിൽ യുദ്ധഭൂമിയിൽ നിന്നും തിരിച്ചു കയറാതെ ഏതു വിധത്തിലും മണിമന്ത്ര വിദ്യ വീണ്ടും ചൊല്ലി സ്വീകരിക്കണം എന്ന് ഗുരുനാഥൻ പറഞ്ഞ കാര്യം ഓർത്തു. അതുകൊണ്ട് രണ്ടാമത് ആലോചിക്കാതെ തന്റെ ഭർത്താവിന്റെ വിജയത്തിന് വേണ്ടി ആ മണിമന്ത്ര വിദ്യ ആ പടയാളിയുടെ കാതിൽ ചൊല്ലിക്കൊടുത്തു. മണിമന്ത്ര വിദ്യ കേട്ട് കഴിഞ്ഞതും ആ പടയാളിയുടെ രൂപം മാറി. ശംഖചക്ര ഗദാധാരിയായ ശ്രീഹരി മഹാവിഷ്ണുവിന്റെ സുന്ദര രൂപം അവിടെ പ്രത്യക്ഷമായി. അന്തരീക്ഷത്തിലെങ്ങും ഹരിചന്ദ്രന സുഗന്ധം. ഇത് കണ്ടും മനോദരി ഭയന്നുപോയി. വിഷ്ണുദേവ, ഇല്ല, എന്റെ ഭർത്താവ് കൊല്ലപ്പെടാൻ പാടില്ല. എന്റെ ഭർത്താവിന്റെ സമസ്ത അപരാധങ്ങളും വളർന്നു. എന്റെ ഭർത്താവിന് മാപ്പ് നൽകാൻ ഈ മനോദരി മഹാദേവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇതാ കൈലാസത്തിലെ ആ ഗുഹയിലേക്ക് പോവുകയാണ്. ഒരു കൊടുങ്കാറ്റ് പോലെ മനോദരി മഹാദേവൻ രോഗിയായി ശയിക്കുന്ന ആ ഗുഹ ലക്ഷ്യമാക്കി പായുന്നു. വിഷ്ണു ഭഗവാൻ യുദ്ധഭൂമിയിലെത്തി. കൈലാസത്തിലേക്ക് നോക്കി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭദ്രയ്ക്ക് മണിമന്ത്ര വിദ്യ ചൊല്ലിക്കൊടുത്തു. ആ കുരുമുളക് മണികളും കൊടുത്തു.
മണിമന്ത്രവിദ്യ കേട്ട് കുരുമുളക് മണികൾ ഒന്നൊന്നായി കടിച്ചു പൊട്ടിച്ചതും ഭദ്രയുടെ രൂപവും ഭാവവും മാറി. ആ ശരീരം വളർന്നു. ദേഹത്ത് കാളിമ, അനേകം കൈകൾ, കൈകളിൽ ദിവ്യായുധങ്ങൾ, വായിൽ ദംഷ്ട്രകൾ, ചോര നിറത്തിൽ നാക്ക് പുറത്തേക്ക് നീണ്ടു വരുന്നു. നേത്രങ്ങൾ ചെങ്കടൽ പോലെ ജ്വലിക്കുന്നു. ചോരകൾ കുടിച്ചു നിൽക്കുന്ന ഭദ്ര ദാരുകനുമായി യുദ്ധം ചെയ്യുന്നു. മഹാദേവന്റെ ശക്തി ഉൾക്കൊള്ളുന്ന ആയുധങ്ങൾ ദാരുകൻ ധ്യാനിക്കുന്നു. പക്ഷെ ഒന്നുപോലും ദാരുകന് സ്വാഗതമാകുന്നില്ല. പ്രാണരക്ഷാർത്ഥം ദാരുകൻ ഓട്ടം ആരംഭിച്ചു. ഭദ്രകാല പിന്നാലെ ഓരോ ഇടങ്ങൾ തല്ലി താഴ്ത്തുകൊണ്ട് ദാരുകൻ മുന്നോട്ട് കുതിക്കുന്നു. വിടാൻ ഭാവമില്ല ഭദ്ര. പ്രാണരക്ഷാർത്ഥം ദാരുകൻ ഒരു മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറി. സംഹാരയുദ്രയായി ഭദ്ര താഴെ. അസുര ചക്രവർത്തിയായ ദാരുക, നീ ഒരു സ്ത്രീയെ ഭയന്ന് മരത്തിന് മുകളിൽ ഒളിക്കുന്നു. ഇതാ നീ ആവശ്യപ്പെട്ട വരം പോലെ ആകാശവും ഭൂമിയുമല്ലാത്ത ഈ സ്ഥലത്ത് വെച്ച് ഒരു സ്ത്രീയായ നാം നിന്റെ ഒരു തുള്ളി ചോര ഭൂമിയിൽ വീഴാതെ ഈ ക്ഷണം നിന്നെ വധിക്കുന്നു. ഭദ്രകാലി തന്റെ കയ്യിലിരുന്ന ആയുധം ഒന്ന് ചുഴറ്റി ദാരുകന്റെ നേരെ വായുവിനെ കീറി പിടിച്ച ആയുധം ദാരുകന്റെ മാറിലേക്ക് ആഴ്ന്നിറങ്ങി. ആകാശഗംഗ ഭൂമിയിലേക്ക് പതിക്കും പോലെ ചോരപ്പുഴ ഭൂമിയിലേക്ക് കുതിച്ചു. ഭദ്രകാലയുടെ നിർദ്ദേശപ്രകാരം വാഹനമായ വേതാളം ആകാശത്തിലേക്ക് പറന്നുയർന്നു. തന്റെ വലിയ വായു തുറന്ന് ഒരു തുള്ളി ചോര ഭൂമിയിൽ വീഴാതെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ആ ചോര മുഴുവൻ വേതാളം കുടിച്ചു തീർത്തു. ചലനമറ്റ ദാരുകന്റെ ശരീരം ഭൂമിയിലേക്ക് വീണു. ഇടം കൈകൊണ്ട് ദാരുകന്റെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് ഭദ്ര ആ ശരീരം വലിച്ചുയർത്തി. വലകയിലായുധം കൊണ്ട് അവന്റെ ശിരസ് വെട്ടിയെടുത്തു. തലയില്ലാത്ത മുതൽ കബന്ധം ഭദ്രയുടെ കാൽക്കീഴിലേക്ക് വീണു. ഇടംകാലം കൊണ്ടാണ് ചവിട്ടി പുറകോട്ട് മറിച്ച് കാൽ മറിവച്ച് കിടന്ന് ഭദ്രകഥ മുന്നോട്ട് പോകുന്നു. ആർപ്പുവിളിയോടെ പിന്നാലെ പൂളികൾ. ഒരു 10 ചുവട് ഭദ്ര മുന്നോട്ട് വെച്ച് കാണും. ദാരുകന്റെ മൃതമായ ശിരസിൽ നിന്ന് ഒരു തുള്ളി ചോര ഭൂമിയിൽ വീണു. അതിൽ നിന്ന് ആ നിമിഷം കുറച്ച് പക്ഷികൾ ജനിച്ചു. ഇങ്ങനെ ജനിച്ച പക്ഷികളാണ് കോഴികൾ. നമ്മൾ ഇന്നും ഈ കോഴികളെ ഒന്ന് നോക്കിയാൽ അവന്റെ ചലനം, സ്വഭാവം, രീതികൾ, നോട്ടം ഇവയൊക്കെ കണ്ടാൽ ഇവയ്ക്കൊരു ആസുര ഭാവവും അസുര ഗുണം. അതുകൊണ്ടാണ് പണ്ട്
രൗദ്രഭാവത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്ക് കോഴിച്ചോര ഉപയോഗിച്ചിരുന്നു. കാരണം ദാരുകന്റെ ഗുണമാണല്ലോ. ഏതായാലും തൻ്റെ ഭർത്താവ് ഇവിടെ കൊല്ലപ്പെട്ടതറിയാതെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൈലാസത്തിലേക്ക് പാഞ്ഞ മനോദരി കൈലാസത്തിലെത്തിയിരിക്കുകയാണ്. പക്ഷെ കൈലാസത്തിലെത്തിയ മനോദരി കണ്ടത് മറ്റൊരു കാഴ്ചയാണ്. ഭഗവാൻ ഗുഹയ്ക്കുള്ളിലല്ല, ഭഗവാൻ അതാ ഭദ്രപീഠത്തിലിരിക്കുന്നു. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വസൂരിക്കുരുക്കളൊക്കെ വിയർപ്പ് തുള്ളികളായി ഇറ്റു വീഴുന്നു. ഭഗവാൻ തിരുജട കെട്ടി ഗംഗയെ ശിരസിലണിഞ്ഞ് ഭസ്മം ചാർത്തി രുദ്രാക്ഷമാല്യങ്ങൾ ചാർത്തി നാഗഭൂഷങ്ങൾ അടഞ്ഞ് സുവർണ സൂര്യനായി ജ്വലിച്ചു നിൽക്കുന്നത് അത്ഭുതത്തോടെ മനോദരി നോക്കി നിൽക്കുന്നു. ശ്രീ മഹാദേവന്റെ ത്യാഗീർവിന്തനങ്ങളായി അകരുന്നു പരമീശൻ ജടകെട്ടി മണിനാഗ ഭൂഷണവുമമ്പിളി വിഭൂതിയും തൃശൂലവും വിളകിടുന്നു. ദേവൻ സൂര്യനായി ജ്വലിച്ചിടുന്നു. ശ്രീ മഹാദേവന്റെ ത്യാഗീർവിന്തനങ്ങളായി അകരുന്നു പരമേശൻ ജടകെട്ടി മണിനാഗ ഭൂഷണവുമമ്പിളി വിഭൂതിയും തൃശൂലവും വിളകിടുന്നു. ദേവൻ സൂര്യനായി ജ്വലിച്ചിടുന്നു. ഭഗവാനെ ഭദ്രപീഠത്തിൽ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ദാരുമതിക്ക് ഒരു കാര്യം ബോധ്യമായി. ദാരികപുരിയിൽ തൻ്റെ ഭർത്താവ് ഭദ്രകാളിയുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു. മനോദരിക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഏങ്ങലടിച്ച് കരയുകയാണ്. മഹാദേവൻ ദാരുമതിയെ നോക്കി തൻ്റെ വലതുകരം ഉയർത്തി മനോദരിയെ അടുത്തേക്ക് വിളിച്ചു. തൊഴുകയോടെ മഹാദേവ ഭക്തയായ ദാരുമതി ഭഗവാന്റെ മുമ്പിലെത്തി. മനോദരി, നിന്റെ ഭർത്താവിൻ്റെ ആദ്യം അവൻ ക്ഷണിച്ചു വരുത്തിയതാണ്. വരം നൽകിയ നമ്മുടെ മേൽ തന്നെ വരശക്തി പരീക്ഷിക്കുക. ദാനം നൽകുന്നവനെ നിന്ദിക്കുന്ന ഏതൊരാളും ഇത്തരം ശിക്ഷയ്ക്ക് അർഹനാണ്. പക്ഷേ മഹാദേവ, വിഷ്ണുദേവൻ എന്തിന് എന്നിൽ നിന്നും ഈ വിധത്തിൽ മണിമന്ത്രവിദ്യ നേടിയെടുത്തു? മനോദരി, വിഷ്ണു ഭഗവാൻ സ്ഥിതിപാലകനാണ്. ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഭഗവാൻ പല ലീലകളും കൈക്കൊള്ളും. അതിന് വിധി എന്ന് പേര് വിളിക്കും. വിധിയെ ഒരിക്കലും ചോദ്യം ചെയ്യാനാവില്ല. വിധിബലത്താൽ മനോദരി, ഈ നിമിഷം മുതൽ നീ ഒരു ദേവിയാകാൻ പോവുകയാണ്. മനോദരിക്ക് ഭഗവാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഒരു അസുര സ്ത്രീയായ താൻ എങ്ങനെ ഒരു ദേവിയായി മാറും? ഭഗവാൻ പരമശിവൻ തൻ്റെ മുഖത്ത് തങ്ങി നിന്ന വിയർപ്പ് കണങ്ങൾ വലം കൈകൊണ്ട് വടിച്ചെടുത്തു. അത് ഭഗവാന്റെ കൈക്കൊണ്ടിൽ കിടന്ന മണിമുത്തുകൾ പോലെയാണ്. ഭഗവാൻ ആ മണിമുത്തുകൾ മനോദരിക്ക് നേരെ നീട്ടി. മനോദരി, ഇത് വസൂരി വിത്തുകളാണ്. ഇനി ഈ പ്രപഞ്ചത്തിൽ വസൂര്യ ദേവതയായി മനോദരി അറിയപ്പെടും. ഈ രോഗം വരുന്നവർ നിന്നെ പ്രാർത്ഥിച്ച് രോഗശാന്തി നേടും. ശത്രുക്കളുടെ മേൽ ഈ രോഗം പരത്താനും നിനക്ക് കഴിയും. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ഈ വിദ്യ ഉപയോഗിക്കും എന്ന ഉറപ്പോടെ ഇതാ നീ ഇത് സ്വീകരിക്കും. മനോദരി കേൾക്കണം നാം ചൊല്ലും വാക്കുകൾ. മനോദരി നീ കേൾക്കണം നാം ചൊല്ലും വാക്കുകൾ. ഈ നിമിഷം മുതൽ നീ വസൂരി ദേവത. ഈ നിമിഷം മുതൽ നീ വസൂരി ദേവത. നിനക്കാരിലും വരുത്തിടാം വസൂരിവ്യാധി. നിനക്കാരിലും വരുത്തിടാം വസൂരിവ്യാധി. മനോഹരി നീ കേൾക്കണം നാം ചൊല്ലും വാക്കുകൾ. വസൂരി വിത്തുകളും വാങ്ങി ഭഗവാനെ താണു തൊടുത് മനോദരി അതാ കൈലാസത്തിൽ നിന്ന് അസുരലോകത്തേക്ക് യാത്രയാവുന്നു. മനോദരി കൈലാസത്തിൽ നിന്ന് അസുരലോകത്തേക്ക് പോകുമ്പോൾ അസുരലോകത്ത് നിന്ന് ദാരികന്റെ ശിരസ്സും കൊയ്ത് തട്ടകസിട്ടുകൊണ്ട് കൈലാസത്തിലേക്ക് വരികയാണ്. തന്റെ ഭർത്താവിനെ
ഭദ്രകാളിയുടെ ശരീരത്ത് വസൂരിക്കുരുത്തെ മുളച്ചു വന്നു. ദേവിയത മോഹാരസപ്പെട്ട് പിന്നോട്ട് വന്നു. കൂണികളൊക്കെ ചേർന്ന് ഭദ്രയെ താഴ്ന്നു നിർത്തുന്നു. തന്റെ പുത്രയ്ക്ക് സംഭവിക്കുന്ന ഈ ദുര്യോഗവും മഹാദേവൻ അറിഞ്ഞു. ഉടൻ തന്നെ ഭദ്രയെ രക്ഷിക്കാൻ ഭഗവാൻ തന്റെ കർണത്തിൽ നിന്ന്, ചെവിയിൽ നിന്ന് ആ നിമിഷം ഒരു പുത്രനെ ജനിപ്പിച്ചു. അതെ, അങ്ങനെ കർണത്തിൽ നിന്ന് ജനിപ്പിച്ച ആ പുത്രനാണ് ഖണ്ഡാകർണൻ. ഖണ്ഡാകർണൻ ഭദ്രകാളിയുടെ അടുത്തെത്തി. കയ്യിലെയും കാലിലെയും ഒക്കെ വലിയ വസൂരിക്കുരുകൾ ഖണ്ഡാകർണൻ നാവ് നീട്ടി നക്കിയെടുത്തു. ഭദ്രയ്ക്ക് ബോധം വന്നു. സഹോദരിയുടെ മുഖത്ത് വലിയ വസൂരിക്കുരുക്കൾ. ഖണ്ഡാകർണൻ അത് നക്കിയെടുക്കാനായി മുന്നോട്ട് അഞ്ഞതും ഭദ്ര തടഞ്ഞു. സഹോദര, പാടില്ല. സ്വന്തം സഹോദരൻ പ്രായപൂർത്തിയായ സഹോദരിയുടെ മുഖത്ത് മുഖമോ നാവോ ചേർക്കാൻ പാടില്ല. നമ്മുടെ രോഗം ഭേദമാണ്. ഈ കുരുക്കളൊന്നും നമുക്ക് ഒരലങ്കാരമായിരിക്കും. ജ്യേഷ്ഠ സഹോദരിയെ താണു തൊഴുത് ഖണ്ഡാകർണൻ പിൻവാങ്ങി. രോഗം ശമിച്ചെങ്കിലും ഭദ്രയുടെ കോപം ശമിച്ചില്ല. ആ കയ്യിലിരിക്കുന്ന ശിരസ് കാണുന്നതോറും കോപച്ചൂട് വർദ്ധിച്ചു വന്നു. ഈ ചൂട് കാരണം വയ്യാതെ കൈലാസം ഒഴുകി തുടങ്ങി. പ്രളയം. ഭദ്രകാളിയുടെ കോപം ശമിക്കുന്നില്ല. ഓരോ ദേവന്മാരും ഓരോ ഉമ്മയെ നോക്കുന്നു, പറ്റുന്നില്ല. തന്റെ പുത്രിയുടെ ഈ കോപം ശാസന കൊണ്ടോ അപേക്ഷ കൊണ്ടോ ഉപദേശം കൊണ്ടോ മാറില്ല എന്ന് മഹാദേവൻ അറിയാം. തന്റെ ഭദ്രപീഠത്തിനരികിലേക്ക് ഭദ്രകാളി നടന്നു വരുന്ന വഴിയിൽ ആ വെള്ളിക്കൽപ്പടവിൽ ഉറങ്ങുന്ന ഭാവത്തിൽ മലർന്ന് ശയിക്കുന്നു ഭഗവാൻ പരമശിവൻ. തന്റെ പിതാവിനെ ശപിച്ച ദാരുകന്റെ ശിരസ് പിതാവിന്റെ കാൽക്കൽ സമർപ്പിക്കാൻ ഉറച്ച ചുവടുവയ്പ്പോടെ വരുന്നു ഭദ്ര. ആ ഭദ്രപീഠത്തിനടുത്തെത്താൻ വെള്ളിക്കൽപ്പടവിൽ വലങ്കാലി ചവിട്ടാൻ ഒന്ന് ഉയർത്തിയതും ഭദ്രകാളി എന്തോ ചിന്തിച്ചൊന്ന് താഴേക്ക് നോക്കി. തന്റെ കാൽക്കീഴിൽ തന്റെ ചവിട്ടേൽക്കാൻ പാകത്തിൽ അതാ ശയിക്കുന്നു തന്റെ പിതാവ് ലോകനാഥൻ മഹാദേവൻ. തന്റെ പിതാവിന് നേരെ അറിയാതെ കാലം ഉയർത്തിയതോർത്ത് ഭദ്ര ആകെ തകർന്നു. കോപച്ചൂട് ആരെ തടുത്തു. ദംഷ്ടകൾ അപ്രത്യക്ഷമായി. ദേഹത്തെ കാലിമ മാഞ്ഞു. ഒരു ബാലികയുടെ ഭാവത്തിൽ ബാലഭദ്രയായി ആ ശിരസ് മഹാദേവന്റെ കാൽക്കൽ സമർപ്പിച്ച് ഒരു പിഞ്ചു പൈതലിനെ പോലെ ഒതുങ്ങി മാറി നിൽക്കുന്നു ഭദ്ര. മഹാദേവൻ എഴുന്നേറ്റു. തന്റെ പുത്രിയെ ചേർത്ത് പിടിച്ചു. പുത്രി, ഇനിയും ഈ ഭൂമിയിൽ ഭൂവാസികളായ മനുഷ്യരെ രക്ഷിക്കാൻ നീ കുടിയിരിക്കണം. ഇപ്പോഴുള്ള നിന്റെ അവതാര ലക്ഷ്യം പൂർത്തിയായിരിക്കും. ശാന്തസ്വരൂപിയായി, അമ്മയായി, ഭഗവതിയായി, പരാശക്തിയുടെ പല ഭാവങ്ങളിൽ ഭൂവാസികൾ നിന്നെ പ്രാർത്ഥിക്കും. ശാന്തസ്വരൂപിയായി ബാലഭാവത്തിൽ നീ വാഴണം ഭദ്രയായി. ശാന്തസ്വരൂപിയായി ബാലഭാവത്തിൽ നീ വാഴണം ഭദ്രയായി. ഉഗ്രരൂപത്തിൽ നീ ചെയ്യുന്ന കർമ്മമോ ശത്രുനാശത്തിനായി. ഉഗ്രരൂപത്തിൽ നീ ചെയ്യുന്ന കർമ്മമോ ശത്രുനാശത്തിനായി. ശത്രുനാശത്തിനായി. ഭൂമിയിൽ നിന്നെ ആരാധിക്കുന്നവർക്ക് നമ്മുടെ അനുഗ്രഹവും പരിപൂർണമായി ലഭിക്കും. കാളിയായി അമ്മയായി ഭഗവതിയായി നീ വാഴണം കലിയുഗത്തിൽ. കാളിയായി അമ്മയായി ഭഗവതിയായി നീ വാഴണം കലിയുഗത്തിൽ. കൈകൂപ്പി നിൽക്കുന്ന ഭക്തർക്കു നൽകണം പുണ്യപ്രസാദ തീർത്ഥം. കൈകൂപ്പി നിൽക്കുന്ന ഭക്തർക്കു നൽകണം പുണ്യപ്രസാദ തീർത്ഥം. പുണ്യപ്രസാദ തീർത്ഥം. അങ്ങനെ മഹത്തായ ഒരു ലീലയിലൂടെ ഒരു വലിയ പാഠം ഭഗവാൻ പരമശിവൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. എന്താണ്? നമ്മളൊക്കെ ഭഗവാന്റെ മുമ്പിലെത്തി, നമ്മുടെയൊക്കെ ഉള്ളിൽ ഭക്തി ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഭഗവാൻ എന്തെല്ലാം സമർപ്പിച്ചാലും, എന്തെല്ലാം കാണിക്കകൾ സമർപ്പിച്ചാലും സത്യത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിഷ്കാമമായ, നിഷ്കളങ്കമായ ഭക്തി അല്ല ഉള്ളതെങ്കിൽ അതൊന്നും സാർത്ഥകമാകില്ല. അതാണ് ദാരികന് സംഭവിച്ചത്. നമ്മുടെ മനസ്സിൽ ശത്രുത എന്ന് പറയുന്ന ഒരു ഭാവം ആരോടും ഉണ്ടാകാൻ പാടില്ല. ശത്രുത ഉണ്ടെങ്കിൽ സർവവും നശിക്കും.
അതാണ് വീണ്ടും ദാരുകന് സംഭവിച്ചത്. നമ്മുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ ഏത് മൃഗീയ ഭാവത്തിലുള്ള ശത്രുക്കളെയും നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയും എന്നൊരു സന്ദേശം ശിവകുടുംബം പ്രത്യക്ഷമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മഹാദേവനും പാർവതിദേവിയും സുബ്രഹ്മണ്യനും ഗണപതിയും അയ്യപ്പനും ഒക്കെ ഉൾക്കൊള്ളുന്ന ശിവകുടുംബം. ഇവർ മാത്രമല്ല, ഇവിടെ ഭഗവാന്റെ വാഹനമായ കാള, ദേവിയുടെ വാഹനമായ സിംഹം, സുബ്രഹ്മണ്യന്റെ വാഹനമായ മയിൽ, ഗണപതിയുടെ വാഹനമായ ക്രൗഞ്ചികൻ എന്ന മൂഷികൻ എലി, അയ്യപ്പൻ വാഹനമാക്കി ഉപയോഗിച്ച കുതിര, പുലി ഇവയൊക്കെ അംഗങ്ങളാണ്. കൂടാതെ ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന ഉഗ്രവിഷമുള്ള നാഗങ്ങൾ. നമ്മളൊന്ന് ആലോചിക്കണം, ഒരേ കുടുംബത്തിൽ, ശിവകുടുംബത്തിൽ സമൈക്യത്തോടെ സമഭാവനയോടെ കഴിയുന്ന ഈ ജീവികളെല്ലാം പരസ്പരം ശത്രുക്കളാണ്. സിംഹവും കാളയും തമ്മിൽ, പാമ്പും എലിയും തമ്മിൽ, പാമ്പും മയിലും തമ്മിൽ, പുലിയും കുതിരയും തമ്മിൽ, ഇങ്ങനെ എങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നോക്കിയാലും ആജന്മശത്രുതയുള്ള മൃഗങ്ങളെ അഥവാ മൃഗീയ മനസ്സുകളെ ഒരു കുടുംബത്തിന്റെ പൊട്ടാത്ത ചങ്ങലയിൽ ബന്ധിപ്പിച്ച് മനോഹരമായ ഒരു കുടുംബ ചിത്രം ഭഗവാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിക്കണം, നമ്മുടെ കുടുംബത്തിൽ സമാധാനത്തോടെ കഴിയുന്ന ആളുകൾ തമ്മിൽ എന്തെല്ലാം കാര്യങ്ങളിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു. വിവേകശേഷി ഉണ്ട് എന്ന് സ്വയം വിശ്വസിക്കുന്ന, അതിൽ അഹങ്കരിക്കുന്ന, സംസ്കാര സമ്പന്നൻ എന്ന് അഹങ്കരിക്കുന്ന ഒരു മനുഷ്യന് താൽക്കാലികമായി ഉണ്ടാകുന്ന, ചെറുതായി ഉണ്ടാകുന്ന ഒരു ശത്രുതയ്ക്ക് പോലും ക്ഷമിക്കാൻ കഴിയാതെ അതിനെതിരെ വീണ്ടും വീണ്ടും പോരടിച്ച് ജീവിതം തന്നെ കലുഷിതമാക്കുമ്പോൾ ഈ ശിവകുടുംബം പരസ്പരം സ്നേഹിക്കാനും ചിന്താശേഷിയില്ലാത്ത മൃഗങ്ങളെപ്പോലും, പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ ഒരു കുടുംബത്തിൻ്റെ പൊട്ടാത്ത ചെങ്കലയിൽ ബന്ധിപ്പിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിന് ഈ വർത്തമാനകാലത്തിൽ വല്ലാത്തൊരു അർത്ഥമുണ്ട്, വല്ലാത്തൊരു വ്യാഖ്യാനമുണ്ട്. ഇനിയും വ്യാഖ്യാനിച്ചാലും അനേകം അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് ഈ ശിവകുടുംബത്തെ തന്നെ കൊണ്ടുചെന്നെത്തിക്കാൻ കഴിയും. ഭാരതത്തിൻ്റെ ആധ്യാത്മിക സമ്പത്ത് കൂമ്പാരം കൂടി കിടക്കുന്ന ഹിമവൽ പ്രദേശത്ത് ഗംഗോത്രിയും യമുനോത്രിയും കേദാർനാഥും ബദരീനാഥും നാരായണഗിരിയും നാരായണാശ്രമവും മാനസ സരസും രാക്ഷസ്ഥാളും ഒക്കെ സമ്മേളിക്കുന്ന എത്രയോ നിഗൂഢതകൾ ഉള്ള, ഇനിയും ഇതൾ വിരിയാത്ത അനേകം നിഗൂഢതകൾ നിറഞ്ഞ ആ ഹിമവൽ പ്രദേശത്ത് കൈലാസത്തിൽ ഭഗവാൻ പരമശിവൻ ഈ ലോകത്തെ സംരക്ഷിച്ചുകൊണ്ട് കൂടിയിരിക്കുന്നു. ഭഗവാന്റെ ആ ദിവ്യ ചൈതന്യത്തെ നമ്മളാൽ കഴിയും വിധം ഓരോ ഉപാധികളിലാക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് അവിടെ എത്തുന്ന നിഷ്കളങ്കരായ നല്ലവരായ ഭക്തർക്ക് ഭഗവാൻ അനുഗ്രഹവും നൽകുന്നു. ഇന്നും നമ്മൾ കൈലാസം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ശിവനാമം മാത്രമാണ്. പ്രഭും പ്രാണനാദം വിഭും വിശ്വനാദം ജഗന്നാഥനാദം സദാനന്ദഭാഗ്യം ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാദം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ. പ്രഭും പ്രാണനാദം വിഭും വിശ്വനാദം ജഗന്നാഥനാദം സദാനന്ദഭാഗ്യം ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാദം ശിവം ശങ്കരം ശംഭുമീശാനമീഡേ. പരിപാവനമായ മഹാദേവ ക്ഷേത്രത്തിലെ മഹാരുദ്ര യജ്ഞത്തിന്റെ ഭാഗമായി ധന്യമായ ഈ വേദിയിൽ ഞങ്ങൾക്കൊരു പരിപാടി അവതരിപ്പിക്കാൻ അവസരം നൽകിയതിന് ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് ശബ്ദം നൽകിയ ന്യൂ ഫ്രണ്ട്സിന്റെ പ്രവർത്തക സുഹൃത്തുക്കളോട് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയമുള്ളവരെ, ഈ കഥയ്ക്ക് പുറമെ മറ്റു ചില കഥകൾ കൂടി നിങ്ങൾ അവതരിപ്പിക്കുന്നു. ഗണപതിയുടെ കഥ പറയുന്ന മഹാഗണപതി, പുലികളുടെ കഥ പറയുന്ന വേൽപുലികൾ, ദേവിയുടെ കഥ പറയുന്ന കണ്ണകി, മഹാഭാരതത്തിലെ അത്യുജ്വല കഥാപാത്രമായ കർണന്റെ കഥ പറയുന്ന കർണൻ എന്ന വിൽപ്പാട്ട്. ഇത്രയും കഥകൾ നിങ്ങൾ അവതരിപ്പിക്കും. അപ്പോ നമുക്ക് മനസ്സിലായ എങ്ങനെയാണെന്ന് അല്ലേ? അത് 5 പേര് നിന്നിട്ട് നടുക്കൊരു വ്യക്തി ഉണ്ടാവും. ആള് ഇതൊക്കെ ആക്ഷനിലും അഭിനയിച്ചും കാണിച്ചു കൊടുക്കും. ഇതൊക്കെ അത് പാട്ടും ഇതും കൂടി, അതായത് സംസാരിക്കുന്നുണ്ട്, അതുപോലെ പാട്ടുമുണ്ട്. അതിനെ കുറിച്ച് പാട്ട് പാടിയിട്ടാണ്. അത് നമ്മുടെ മറ്റേ കഥ ഉണ്ടായിരുന്നത് നമ്മുടെ ദാരികനെ ഭദ്രകാളി നിഗ്രഹിക്കുന്ന ആ ഒരു കഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ നല്ല രസകരമായിട്ട് അവർ ചെയ്തു. നല്ല നമുക്ക് കഥ ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നും. പറയുന്ന ചേട്ടൻ കണ്ടില്ലേ? അതെ, മഹാദേവന്റെ ആണെങ്കിലും
ദേവിയുടെ ആണെങ്കിലും അതുപോലെ തന്നെയുള്ള ആൾക്കാരാണെങ്കിലും വ്യത്യസ്ത ശബ്ദങ്ങളിലാണ് സംസാരിച്ചത്. ശബ്ദ വ്യത്യാസം തന്നെയുണ്ട്. അതെ, നല്ല ഗാംഭീര്യത്തോട്. മഹാദേവ് എന്ന് പറയുമ്പോൾ ശാന്തമായി നല്ല രസകരമായിട്ടുള്ള ശബ്ദത്തില് അടിപൊളിയായിട്ട് എന്തായാലും നല്ല പരിപാടിയായിരുന്നു. ഞങ്ങൾക്ക് പ്രോഗ്രാം ആയിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.